ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒരു സെക്കൻഡ്. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക്കാണ് സോഷ്യൽ മീഡിയ. നിങ്ങളെ നിങ്ങൾ പലതും ചോദിച്ചു. അതിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് നടത്തുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ വളരെ ഇത് ചെയ്തോളാം. അപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, യൂട്യൂബ്, വാട്സപ്പ് വഴിയൊക്കെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതുവഴി നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ എത്തിക്കുന്നതാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. നമുക്കത് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ അതിലേക്ക് കൂടുതൽ പോണില്ല. അതായത് 4.95 ബില്യൺ പീപ്പിൾ ആണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. ഒരാളോ രണ്ടാളോ അല്ല, ഏകദേശം 500 കോടി ജനം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഓക്കെ, ഈ ഗൂഗിളിലെ സ്ട്രാറ്റജി, സോഷ്യൽ മീഡിയയിലെ സ്ട്രാറ്റജി, ഇമെയിൽ മാർക്കറ്റിംഗിലെ സ്ട്രാറ്റജി, യൂട്യൂബിന്റെ സ്ട്രാറ്റജി എല്ലാം ഡിഫറെന്റ് ആണ്. അവിടെ കൊണ്ടുപോയി ഉപയോഗിക്കുന്ന സെയിം സ്ട്രാറ്റജി ഇവിടെ കൊണ്ടുപോയി ചെയ്യാൻ പാടില്ല. ഇത് എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഓരോന്നിനും ഓരോ കോൺസെപ്റ്റിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ. ക്ലിയർ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോന്നിനും ഓരോ അപ്രോച്ച് ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. ഗൂഗിളിൽ ഒരാൾ സെർച്ച് ചെയ്യണ്ടെങ്കിൽ അവൻ ആവശ്യക്കാരനാണ്, അവന് പഠിക്കണം, അവൻ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യണം. അവനെ നിങ്ങൾ ഇംപ്രസ് ചെയ്യുന്ന മെത്തേഡ് വരെ അവൻ ആവശ്യക്കാരനാണ്. അല്ലാണ്ട് അവന്റെ അടുത്ത് നമ്മൾ കോഴ്സിനെ കുറിച്ച്, ഡെമോനെ കുറിച്ച് നിങ്ങൾ ഡയറക്റ്റ് ഫാക്ട് പറയാം. എനിക്ക് നമ്മുടെ കോഴ്സ് ഇതാണ് ഫീസ്, ഇതാണ് കാര്യങ്ങൾ. ഇനി ഞാൻ എൻ്റെ അടുത്ത് ആരാന്ന് അറിയില്ല, എങ്ങനെയാണ് സെയിൽസ് കൺവേർഷൻ കൂടുതൽ കിട്ടേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ സ്ട്രാറ്റജി എന്നോട് ആരൊക്കെ ചോദിച്ചായിരുന്നു. ഞാൻ നാളെ അത് പറയാം. ഇപ്പൊ ഞാൻ അത് നാളെ പറയാം. ഞാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയുന്നതിന് ക്ലാരിറ്റി വേണം, ക്രിസ്റ്റൽ ക്ലാരിറ്റി ആയിരിക്കണം, കൺഫ്യൂഷൻ ആക്കരുത്. ഞാനിപ്പോ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകാരെ വിളിക്കും, അവർക്ക് ചിലതിന് ക്ലാരിറ്റി ഇല്ല. ടോപ്പിക് എപ്പോഴാണ് ചോദിക്കണം, എന്നാ ബാച്ച് ഉറങ്ങണം, ടൈം, എല്ലാത്തിനും ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാവണം. കസ്റ്റമർ നമ്മുടെ അടുത്ത് പോകേണ്ടത് ക്ലാരിറ്റിയോട് കൂടിയിട്ടായിരിക്കണം. പിന്നെ അവനെ കൺഫ്യൂഷൻ ആക്കരുത്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലാണ് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റൂ. ഞാൻ നാളെ അതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ 5 ബില്യൺ 500 കോടി ജനാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് സർവീസ് ഉണ്ടോ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി നിങ്ങളുടെ റൂമിലിരുന്ന്, നിങ്ങളുടെ വീട്ടിലിരുന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങളുടെ ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിക്കുക ഈ സാധനം. ഇത് അതുമാത്രം ബ്രില്യന്റ് സാധനമാണ്. പക്ഷെ അതിന് അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകളും, ഒരുപാട് പലരും പറഞ്ഞു എൻക്വയറി കിട്ടുന്നില്ല, റിസൾട്ട്, അതിൻ്റെതായ പല മെത്തേഡുകളുണ്ട്. എവിടെയാണ് അതിന്റെ ഒരു പ്രോബ്ലം എന്നുള്ളതും എങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 78% consumers are influenced by social media in their purchasing decision. ഇതിനെ പല സോഷ്യൽ മീഡിയയിലുള്ള പല കാര്യങ്ങളും നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡിസിഷനിലേക്ക് നമ്മൾ വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് അവയർനെസ് കൂട്ടാം, കസ്റ്റമർ എൻഗേജ്മെന്റ് കൂട്ടാം, ഹൈ കൺവേർഷൻ റേറ്റ് ROI, കോസ്റ്റ് എഫക്റ്റീവ്. അത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആയിട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ജസ്റ്റ് ഒരു ജനറിക് ആണ്. ഇനി ടോപ്പ് 5 സോഷ്യൽ മീഡിയ. വാട്സപ്പ് തന്നെ കണ്ടില്ല, 550 മില്യൺ യൂസേഴ്സ് ആണ് വാട്സപ്പിന് ഇന്ത്യയിൽ. നിങ്ങൾ വാട്സപ്പ് മാർക്കറ്റിംഗ്, നാളെ ഞാൻ വാട്സപ്പ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് കുറച്ച് ചെയ്യുന്നുണ്ട്. വാട്സപ്പ് മാർക്കറ്റിംഗ് വെരി പവർഫുൾ ആണ്. പക്ഷെ ഇതൊക്കെ കൂടി കണക്റ്റഡ് ആണ്. അതാ ഞാൻ പറഞ്ഞത്, കറക്റ്റ് ഒരു മിക്സിംഗ് ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് പോയി വാട്സപ്പിൽ ഇട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആർക്കും
ആരും ഹാപ്പി ആവില്ല. അതിൻ്റെതായ സിസ്റ്റത്തിൽ വേണം ചെയ്യാൻ. ഇപ്പൊ ഞാൻ വാട്സപ്പിനെ കുറിച്ച് നാളെ പറയാം. അതായത് ഞാൻ നിങ്ങളെ തുടക്കം തന്നെ വാട്സപ്പ് നിങ്ങളെ ഈ പ്രൊജക്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ഞാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളാണ് ഞാൻ കൂടുതലും അതിൽ പോസ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ഇതൊക്കെയാണ് അതിന്റെ ഫാക്ട്, കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടറിലെ ചില സൊല്യൂഷൻസ് തരും. ഇങ്ങനത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും വന്നിട്ട് ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യായിരുന്നു. ക്ലിയർ ആയോ? ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു വളരെ 2% ആൾക്കാരാണ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും എന്തോ ഒരു എന്താണ് വളരെ 2% ആൾക്കാരാണ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയ. അപ്പൊ തന്നെ നമുക്കറിയാം ആ പാർട്ടി നമുക്ക് താല്പര്യമില്ല. ബാക്കി എല്ലാവരും ആ ഗ്രൂപ്പിൽ ഇരിക്കുന്നത് എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടാം. നമ്മൾ ആ പ്രതീക്ഷ, അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിങ്, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നമ്മൾ ബിൽഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഒരുപാട് പേര് ഗ്രൂപ്പിലുണ്ട്. അതിൽ കുറച്ച് പേര് നമ്മുടെ അടുത്ത ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക്ഷോപ്പിലേക്ക് ജോയിൻ ചെയ്തേക്കാണ്. ടൈമിംഗ് ആ സമയത്ത് ഒരുപാട് പേര് അതിലേക്ക് ജോയിൻ ചെയ്തേക്കാണ്. അപ്പൊ മാക്സിമം എഡ്യൂക്കേറ്റ് ചെയ്യുക. അതാണ് ഞാൻ ചെയ്യുന്ന കാര്യം. ഞാൻ എന്റെ കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നോക്കാൻ. ഇപ്പൊ ഒരാളെ എൻക്വയറി നടത്തി കഴിഞ്ഞാൽ അവരെ ഞാൻ എപ്പോഴും വിളിച്ച് അഡ്മിഷൻ എടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻസ് അവരെ ഞാൻ ഷെയർ ചെയ്ത് എഡ്യൂക്കേറ്റ് ചെയ്യാണ്. എഡ്യൂക്കേറ്റ് ചെയ്ത് പയ്യെ നമ്മുടെ കസ്റ്റമർ ആവും. ഓക്കെ. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാട്സപ്പ് ഉപയോഗിക്കുന്നത് 550, അതായത് 55 കോടി ജനം വാട്സപ്പ്. യൂട്യൂബിന്റെ കണ്ടില് 500 മില്യൺ ആണ് യൂസേഴ്സ് ഇൻ ഇന്ത്യ. യൂട്യൂബ് ഉണ്ട്, അതേപോലെ ഇൻസ്റ്റാഗ്രാം ഉണ്ട് 230. ഫേസ്ബുക്ക് തന്നെ കണ്ടില് 330, അതായത് 33-40 കോടി ജനമാണ് ഫേസ്ബുക്ക് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് ഉള്ളത് ഇന്ത്യയിലാണ്. ലിങ്ക്ഡിൻ ഉണ്ട്. അപ്പൊ ഈ പ്ലാറ്റ്ഫോം വഴി, ഒരു ഫേസ്ബുക്ക് വഴി, ഇപ്പൊ നേരത്തെ എന്നോട് ആരെ ചോദിച്ചു, ഒരു ഫേസ്ബുക്ക് വഴി നമുക്ക് നമ്മുടെ ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിക്കാം. പക്ഷെ അതിനൊക്കെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഒരു 10 വർഷം മുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്താൽ മതി, റിസൾട്ട് വരും. വെറുതെ ചെയ്താൽ മതി. വെറുതെ ഒരു ആഡ് ഇട്ടാൽ മതി, റിസൾട്ട് ആരും ഇല്ല. ഇപ്പൊ അങ്ങനെ ഞാൻ നിങ്ങൾ തുടക്കം പറഞ്ഞു, 100 ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ 125 വരെ ആഡാ. കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1-2 ആഡ് ഇടാണ്. അത്ര കോമ്പറ്റീറ്റീവ് ആണ്. പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും സ്പാമായി വരെ മാറി. ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കയറാണ്ടായി. സ്പാം ആണ്, 24 മണിക്കൂർ ആഡ് എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് ഈ ഫേസ്ബുക്കിന്റെ ഡിമാൻഡ് കുറഞ്ഞു വരുന്നത്. ഫേസ്ബുക്ക് ഒരു ഏജ്ഡ് കാറ്റഗറിയാണ്. അവർ പയ്യെ ഇതിന് ഔട്ടായിട്ട് വരാണ് ആൾക്കാർ. ഇനിയിപ്പോ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്ററാണ്, ടെക്നോളജി ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷെ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് വെച്ചാൽ എനിക്ക് ഇതൊന്നും വേണ്ട. ഇങ്ങനത്തെ എന്റെ ആഗ്രഹം ഇപ്പൊ അതാണ്. ഞാൻ അതിലേക്ക് ഒരു ചിന്തിച്ചു തുടങ്ങി. കാരണം ഇത് അത്രയ്ക്ക് കയറി എനിക്ക് ഡിജിറ്റലേ വേണ്ട. എനിക്ക് പയ്യെ പേപ്പർ വായിക്കാൻ തോന്നുന്നു, കൊതി വരുന്നു. അല്ലെങ്കിൽ TV കാണാൻ ചെറിയ കൊതി വരുന്നു. ആ പഴയ ഒരു സിസ്റ്റത്തിലേക്ക് ആൾക്കാർ കണ്ട് അങ്ങനെ ലെവലിലേക്ക് അത്രയ്ക്ക് പീക്കായി എന്നാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്ക് പീക്കായിക്കൊണ്ടിരിക്കുകയാണ് ഈ നെറ്റും ഡിജിറ്റലും. അപ്പൊ ഏറ്റവും സ്മാർട്ടായിട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റൂ. ക്ലിയർ ആയോ? ഞാൻ തന്നെ ഒരു നിഷ മാർക്കറ്റ് എടുത്ത്, എഡ്യൂക്കേറ്റേഴ്സിന്റെ മാർക്കറ്റ് എടുത്തിട്ടാ എല്ലാത്തിലും എല്ലാവരും കടന്ന് ചെയ്യണം. അപ്പൊ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ അങ്ങോട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്നത് അതാണ്. കാരണം എനിക്ക് ഇതിനൊരു കോമ്പറ്റീറ്റർ ഇല്ല. കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ ആരും എഡ്യൂക്കേറ്റേഴ്സിന് വേണ്ടി ഇങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് ആരും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനത്തെ സാധനങ്ങൾ കണ്ടെത്തി അതിലേക്ക് സ്പെഷ്യലൈസ് ചെയ്ത് അങ്ങനെ അതിൽ ഫിൽട്ടർ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ റിസൾട്ടിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിൽ നിങ്ങൾ 100% ഫോക്കസ് കൊടുത്ത് അതിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാൻ നോക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ഔട്ട് ഓഫ് ദ സാധനം കൊണ്ടുവരാൻ പറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് സർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ അൻസർ ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ജോലിയിൽ പ്രൊമോഷൻ വേണോ, ഡിഗ്രി ഇല്ലാത്തതിൽ ജോലിയിൽ പ്രൊമോഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ സഹായിക്കും മാസം. നിങ്ങളുടെ ബാനർ നിറച്ച് കണ്ടന്റാണ്. ഇത് ബാനർ നോക്കിക്കഴിഞ്ഞാൽ എന്തുട്ടാന്ന് മനസ്സിലാവില്ല. ഞാൻ നിങ്ങളുടെ ചെറിയ ഇതിലേക്കാണ് വരുന്നത്. ആൻസർ കേൾക്കണ്ടോ? കേൾക്കണ്ട് സാർ, കേൾക്കണ്ട്. ഈ ബാനർ ഫസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ എന്റെ ബാനർ ഇടാറുണ്ട്. ഞാൻ അതിൽ നിന്നിട്ടുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക്ഷോപ്പ് ഫോർ എഡ്യൂക്കേറ്റർ. നിങ്ങൾക്ക് അതിൽ കൺഫ്യൂഷൻ ഇല്ല. നിങ്ങളുടെ എല്ലാവർക്കും കോൺസെപ്റ്റ് ക്ലിയർ ആണ്. ഈ ബാനറും അങ്ങനെ തന്നെ ആയിരിക്കണം.
നിങ്ങളുടെ മെയിൻ സാധനത്തിനായിരിക്കും. നിങ്ങളെ എല്ലാ ചരിത്രവും നിങ്ങളുടെ ബാനറിൽ കൊള്ളിക്കാൻ നോക്കാൻ പറ്റില്ല നിങ്ങൾക്കത്. അത് നിങ്ങളുടെ ഒരു മണ്ടത്തരം ഐഡിയ ആണത്. ചിലവരുണ്ട് എനിക്കൊരു 100 കോഴ്സിന് എല്ലാം ഞാനൊരു ബാനറിൽ ഇട്ടിട്ട് ഇപ്പൊ തന്നെ എല്ലാം എടുക്കാൻ നോക്കാം. പക്ഷെ ഒന്നും കിട്ടില്ല നിങ്ങൾക്ക്. ഒരു ബാനർ കാണുമ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിന് അത് സ്ട്രൈക്ക് ചെയ്യണ പോയിന്റ് മാത്രം മതി. ബാക്കി നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാലോ, ബാക്കി നിങ്ങൾക്ക് ബ്രൗഷർ അയച്ചു കൊടുക്കാം. ബാക്കി പിന്നത്തെ സ്റ്റേജ് ആണ്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കണം അറിയാം. എന്റെ ബാനറിൽ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്, താല്പര്യക്കാരൻ കണ്ട് ഇപ്പൊ തന്നെ അഡ്മിഷൻ എടുക്കണം. അവരായിരിക്കും നോക്കിക്കഴിഞ്ഞാൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് മാറ്റി കൊടുത്തിരിക്കുന്ന പോയിന്റ്. ഞാനിപ്പോ ഒരു പുതിയ ബാനർ ഉണ്ടാക്കിയായിരുന്നു. ഞാൻ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക്ഷോപ്പ് ഫോർ എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞ് 10 ഡേയ്സിന് ഒരു ബാനർ ഉണ്ടായിരുന്നു. ആ ബാനറിൽ ഒരു മെസ്സേജ് ക്ലിയർ ആണ്. പക്ഷെ എന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, വളരെ ഡെപ്തിലാണ് ഡിസ്ക്രിപ്ഷൻ. അപ്പൊ താല്പര്യക്കാർ അത് വായിച്ചോളും. മറ്റുള്ളവർക്ക് സ്ട്രൈക്ക് ചെയ്യും, ഓക്കെ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നിങ്ങളുടെ ഈ ബാനർ ആരെ സ്ട്രൈക്ക് ചെയ്യുന്നില്ല. ബാനർ മേക്കിംഗ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പറയാൻ പോകുന്ന ഒരു ടോപ്പിക് ആണ്. നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞോണ്ട് പറയാം. ഈ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. ബാനർ ഒരു ചെറിയൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ സ്വയം ചെയ്യും. എന്നിട്ട് ഒരുപാട് പൈസ കൊടുത്ത് അതിനെ പ്രൊമോട്ട് ചെയ്യും. നിങ്ങൾ അതല്ല ചെയ്യേണ്ടത്. ബാനർ നല്ല പൈസ മുടക്കി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ചിലപ്പോൾ ഞാൻ 2000-3000 കൊടുത്ത് ബാനർ ഉണ്ടാക്കാണ്ട് ഒരു സിംഗിൾ ബാനർ ഞാൻ കൊടുക്കുന്ന 3000 രൂപയുണ്ട്. 5000 രൂപയുടെ ബാനർ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ബാനർ എനിക്ക് വെറുത്താണ്. ആ ബാനറിനെയാണ് നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ കാണിക്കേണ്ടത്. അതിന് പകരം നിങ്ങൾ ഒരു ചെറിയ പൈസ മുടക്കി ചെറിയൊരു ബാനർ ഉണ്ടാക്കിയിട്ട് ലക്ഷങ്ങൾ മുടക്കി കാണിക്കാൻ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല. നിങ്ങൾ പൈസ മുടക്കി ബ്യൂട്ടിഫുൾ ബാനർ ഉണ്ടാക്കാം. ഞാൻ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ബാനർ ഇടാറുണ്ട്. വെരി എക്സ്പെൻസീവ് ആണ് മിക്ക ബാനറുകൾ. നിങ്ങൾ കാണുമ്പോൾ അറിയാമെന്ന് എനിക്ക് അറിയില്ല. വെരി എക്സ്പെൻസീവ് ആണ് ഓരോ ബാനറുകളും. അതിന് എഫർട്ട് ഉണ്ടാക്കി ആ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് കാണുന്നവർക്ക് തോന്നും, ഓക്കെ ദേ ആർ വെരി സീരിയസ്. കാരണം ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്ററാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഞാൻ നല്ലൊരു ബാനർ ഉണ്ടാക്കി ഇടണം. ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പറയുന്നതിനൊന്നും ഒന്നും വന്നിട്ട് പറയാം, ഒന്നും കണക്ട് ആവൂല. ഞാനിപ്പോ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഞാൻ അയക്കുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന പ്രസന്റേഷൻസ് എല്ലാം ഒരു അപ് ടു ദ സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങൾ ബാനർ ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ടൈം എടുക്കുക, എഫർട്ട് എടുക്കുക. കാരണം ബാനർ ആണ് ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ ബാനർ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് കണക്ട് ആവണില്ല. അതുകൊണ്ടാണ് എൻക്വയറി വരാത്തത്. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എല്ലാം ഇന്റർനെറ്റിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എല്ലാം ഫേസ്ബുക്കിൽ തന്നെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ബാനർ അവരായിട്ട് കണക്ട് ആവണില്ല. അപ്പൊ അതിന് ഞാൻ എന്നുള്ള പരിപാടി ഞാൻ നിങ്ങൾക്ക് അവസാനം ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് ഏകദേശം ഒരു സോഷ്യൽ മീഡിയയുടെ, ഞാൻ ആ സോഷ്യൽ മീഡിയയുടെ പവർ കാണിക്കുന്നതാണ്. അത്രയ്ക്ക് പവർഫുൾ പ്ലാറ്റ്ഫോം തന്നെയാണ് സോഷ്യൽ മീഡിയ. ഇനി വേൾഡിൽ ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ യൂട്യൂബ് ഉണ്ട്. യൂട്യൂബിലായാലും വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന ചില ഫിഗറുകളാണ് ജസ്റ്റ് ഇതിനെ കാണിച്ചതുള്ളൂ. ഇനി നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഗോൾ വേണം. ഓക്കെ, സെറ്റ് സ്പെസിഫിക് മെഷറബിൾ അച്ചീവബിൾ റെലവൻറ്റ് ടൈം ബൗണ്ട് ഒബ്ജക്റ്റീവ്സ്. അതായത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ വ്യക്തമായിട്ടൊരു പ്ലാൻ വേണം. എനിക്ക് ഇത്ര അഡ്മിഷൻ വേണം, ഇത്ര എൻറോൾമെന്റ്, ഇതാണ് എൻ്റെ ഗോൾ. ഈ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് വേണം ക്യാമ്പയിനും കാര്യങ്ങളും ചെയ്യാൻ. എന്നാലാണ് നിങ്ങൾക്ക് അതിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എവിടെയാണ് അതിന്റെ പ്രോബ്ലം, എന്താണ്, എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതാണോ റിസൾട്ട് ഇല്ലാത്ത, എവിടെയാണ് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ചെയ്ത് അതിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഓരോ ഗോളുകൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് വേണം അടുത്തടുത്ത ഘട്ടത്തിലേക്ക് പയ്യെ മൂവ് ചെയ്യാൻ. ഞാൻ അതൊക്കെ കാണിച്ചു തരാം. ഞാൻ ഇന്നത്തെ നമ്മുടെ ക്യാമ്പയിൻ കൊണ്ട് റിയൽ ക്യാമ്പയിനാണ് കാണിച്ചു തരാൻ പോകണം കേട്ടോ. എങ്ങനെ ക്യാമ്പയിൻ ചെയ്യാം, എങ്ങനെ കുറച്ചും കൂടി കറക്റ്റ് ആൾക്കാരെ എത്തിക്കാം എന്നുള്ളതിന്റെ റിയൽ സാധനമാണ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇത് ബേസിക് പറയുന്നതുള്ളൂ. ഇനി ഞാൻ ഇന്നലത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഈവൻ സോഷ്യൽ മീഡിയയിലായാലും ശരി, ഞാൻ നിങ്ങളുടെ തുടക്കം പറഞ്ഞു, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്ന് കണ്ടുപിടിക്കുക. അവരുടെ ഏജ്, ലൊക്കേഷൻ ക്ലാരിറ്റിയോട് കണ്ടുപിടിക്കുക. സോഷ്യൽ മീഡിയയിൽ മാത്രം, ഗൂഗിളിൽ പറ്റില്ല, അത് യൂട്യൂബിൽ പറ്റില്ല.
ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലും മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന് മാത്രം നമുക്ക് ആഡ് കാണിക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അബാക്കസിന്റെ പറഞ്ഞു, മാഡം ഓഡിയൻസിനെ എടുത്ത് പഠിച്ചു കഴിഞ്ഞപ്പോൾ മാഡത്തിന് മനസ്സിലായി എന്റെ സ്റ്റുഡൻസിന്റെ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ബേസിക്കലി പാരന്റ്സിനെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുക. മാഡത്തിന് മനസ്സിലായി എന്റെ 100 കസ്റ്റമറിൽ 90 കസ്റ്റമറും 45 വയസ്സ് മുകളിലുള്ളവരാണ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് മാഡത്തിന് കിട്ടണം. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ കസ്റ്റമറെ പഠിക്കണം. ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുകൊണ്ടാണ് മിക്ക ക്യാമ്പയിൻ ഫെയിൽ ആവണേ. ഇപ്പൊ നേരത്തെ അൻസർ പറയണ്ടായിരുന്നു +2 നിങ്ങളത് നിങ്ങളുടെ ടാർഗറ്റോട് ഒരു 50 പേര് എടുത്തിട്ട് പഠിക്കുക. ഓക്കെ, എന്റെ 50 കസ്റ്റമർ ഉണ്ട്. ഈ 50 കസ്റ്റമറിൽ 90% ആൾക്കാരും 45 വയസ്സിന് മുകളിലുള്ളവരാണ്. അതില് 95% ആൺകുട്ടികളാണ്. അപ്പൊ തന്നെ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ക്ലിയർ ആയി. അപ്പൊ നിങ്ങൾ ഫീമെയിലിനെ ടാർഗറ്റ് ചെയ്യേണ്ട, മെയിലിനെ മാത്രം ടാർഗറ്റ് ചെയ്യുക. ആ ഏജിലുള്ളവരെ ടാർഗറ്റ് ചെയ്യുക. ഇനി ഇവര് 10ാം ക്ലാസ് പാസ്സാവാത്തവരാ, 10th പാസ്സാവാത്തവരാ, +2 പാസ്സാവാത്തവരാ, അങ്ങനെയുള്ളവരെ മാത്രം ഫേസ്ബുക്കിൽ ടാർഗറ്റ് ചെയ്യാം. അതാണ് ഫേസ്ബുക്കിന്റെ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് ആൾക്കാർ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നി നിങ്ങളുടെ കസ്റ്റമറിൽ 75% വന്നിരിക്കുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. മനസ്സിലായി? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ ഇതിന് ജോയിൻ ചെയ്യണത്. നിങ്ങൾക്ക് തൃശ്ശൂർ മാത്രം നിങ്ങളുടെ ബഡ്ജറ്റ് ഫോക്കസ് ചെയ്യണം. നിങ്ങൾ എല്ലാം ഇപ്പൊ തന്നെ എത്തിപ്പിടിക്കാൻ നോക്കാണ്. അത് റോങ് ഐഡിയ ആണ്. അത് കിട്ടണില്ല. അതിന് പകരം നിങ്ങളുടെ ടാർഗറ്റ് ഏരിയ നോക്കി അവിടെ നിങ്ങൾ അഗ്രസീവ്ലി കളിച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ്. നിങ്ങളുടെ എല്ലാ ബഡ്ജറ്റും നിങ്ങൾ അവിടേക്ക് കൊണ്ടിടുക. ഇപ്പൊ വെറുതെ സ്പ്രെഡ് ചെയ്ത് കിട്ടണില്ല നിങ്ങൾക്ക്. ക്ലിയർ? അതാണ് ഞാൻ നിങ്ങളോട് തുടക്കം വീണ്ടും വീണ്ടും പറഞ്ഞത്. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് പഠിക്കുക നിങ്ങൾ വീണ്ടും വീണ്ടും. അവരുടെ ബിഹേവിയർ എന്താ, അവരുടെ ഏജ് എന്താണ്, അവരെന്തൊക്കെ തരം ഇൻട്രസ്റ്റ് ഉള്ളവരാണ്, അല്ലെങ്കിൽ അവരെന്തൊക്കെ തരം ജോബ് ഉള്ളവരാണ്, അല്ലെങ്കിൽ ഗൾഫിലുള്ളവരാണ്. ഇങ്ങനെ ഉള്ളവരെ കൃത്യമായി ഫേസ്ബുക്കിൽ ടാർഗറ്റ് ചെയ്യാം. ഫേസ്ബുക്കിൽ ബികോം പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ ടാർഗറ്റ് ചെയ്യാം. MBA-കാരെ മാത്രം ടാർഗറ്റ് ചെയ്യാം. ടീച്ചർമാരെ മാത്രം ടാർഗറ്റ് ചെയ്യാം. എഡ്യൂക്കേറ്റേഴ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്യാം. ഞാൻ ചെയ്ത ക്യാമ്പയിൻ അങ്ങനെയാണ്. നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത് എഡ്യൂക്കേറ്റർ ആണ്. എഡ്യൂക്കേറ്റേഴ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്യാം. എനിക്ക് 200 എൻക്വയറി വന്നിട്ടുണ്ടെങ്കിൽ 200 പേരും എഡ്യൂക്കേറ്റേഴ്സ് ആണ്. നിങ്ങൾ ആ ഗ്രൂപ്പ് ഉണ്ടല്ലേ, ഏകദേശം 200 പേരുടെ ഗ്രൂപ്പ് കണ്ടില്ലേ? അതേപോലത്തെ 5-6 ഗ്രൂപ്പ് ഉണ്ട്. ഈ 200 പേരും എഡ്യൂക്കേറ്റേഴ്സ് ആണ്. അതുകൊണ്ടാണ് അവർ ആ ഗ്രൂപ്പിൽ നിന്ന് പോവാത്തത്. അപ്പൊ എന്റെ ടാർഗറ്റ്, അപ്പൊ എന്റെ ആഡിൽ നിങ്ങൾ എന്റെ ആഡ് ശ്രദ്ധിച്ചോണെന്ന് അറിയില്ല. എഡ്യൂക്കേറ്റേഴ്സ് ആണോ എന്നാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. അല്ലാണ്ട് വേറെ കഥകളല്ല ഞാൻ പറയണേ. അപ്പൊ തന്നെ എല്ലാവർക്കും ഒന്ന് സ്ട്രൈക്ക്. ഓക്കെ, ഞാൻ എഡ്യൂക്കേറ്റർ, എനിക്ക് വേണ്ടി എന്തോ ആണല്ലോ. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ അൻസറിന്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങളുടെ ബാനറിൽ നിങ്ങൾ +2 10th അതാണോ നിങ്ങൾ, അതായിരിക്കണം ഫോക്കസ് ഫസ്റ്റ് കൊടുക്കണ്ടേ. അതായിരിക്കണം 75% നിങ്ങളുടെ ആഡിന്റെ ഫോക്കസ്. +2 10th ഫെയിൽഡ് എന്ന് കൊടുക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാക്കാം ആ ഫെയിൽഡ് ആയ ഗ്രൂപ്പ് ആദ്യം അത് ക്യാച്ച് ചെയ്യും. നിങ്ങൾ അവരാണ് ടാർഗറ്റ്. അതാണ് നിങ്ങളുടെ അതാണ് ടേം. +2 10th +2 ഫെയിൽഡ്. ഇപ്പൊ നിങ്ങളുടെ ബാനർ നോക്കി കഴിഞ്ഞാൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. അത്രയും ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്ക് അവരിങ്ങനെ നോക്കി നോക്കി പോവാണ്. നോക്കി നോക്കി ഇങ്ങനെ ടക്കടക്കേന്ന് പോവാണ്. അപ്പൊ അവരെ സ്ട്രൈക്ക് ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ മാത്രമേ അവരോടൊന്ന് സ്പെൻഡ് ചെയ്യുള്ളൂ. നിങ്ങളിത് എന്റെ സാധനം എന്റെ ആഡ് എന്തുകൊണ്ട് കണ്ട നിങ്ങൾക്ക് ഞാൻ എല്ലാം അതിൽ എഡ്യൂക്കേറ്ററെ കുറിച്ചിട്ട് പറഞ്ഞേ. എഡ്യൂക്കേറ്റർ ആണോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓണർ ആണോ, ഏതെങ്കിലും എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ മാർക്കറ്റിംഗ് മാനേജർ ആണോ, അക്കാഡമിക് കൗൺസിലർ ആണോ, ടീച്ചർ ആണോ, എല്ലാം എഡ്യൂക്കേറ്ററിനെ കണക്ട് ചെയ്തിട്ടാണ് എവറിത്തിങ്. അപ്പൊ ഒരാളെ അല്ല. അതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് വന്ന് 200 എഡ്യൂക്കേറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ അത് ഞാൻ എങ്ങനെയാണ് അതിൽ എത്തിയെന്ന് വെച്ചാൽ പല ആഡുകൾ ചെയ്തിട്ടാണ് അതിലേക്ക് എത്തണത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ നിങ്ങളിപ്പോ കണ്ടില്ലേ, വീണ്ടും വീണ്ടും പുതിയ പുതിയ ബാനർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആദ്യം ഒരു സെറ്റ് ഓഫ് ബാനർ ഉണ്ടാക്കി, പിന്നെ അടുത്ത സെറ്റ് ഓഫ് ബാനർ ഞാൻ ഉണ്ടാക്കിക്കോട്ടെ, ഇന്ന് വേറെ ബാനറുകൾ വരും. കുറെ അപ്പൊ ഞാനിങ്ങനെ ഓരോ ബാനറിൽ നിന്ന് ഓരോന്നും മനസ്സിലാക്കി അടുത്തടുത്ത് ഉണ്ടാക്കി പോവാണ്. നിങ്ങളായാലും എപ്പോഴും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു സെയിം ബാനർ ഉപയോഗിച്ചുകൊണ്ടിരിക്കരുത്. എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഏത് ബാനർ വർക്കൗട്ട് ആണെന്ന് അറിയില്ല. വർക്കൗട്ട് ആവണ ബാനറിന്റെ ആ ഒരു ഇൻസൈറ്റ് നിങ്ങൾ പഠിക്കണം.
അവിടെ നിന്നാണ് സ്കെയിലപ്പ് ചെയ്യാൻ പഠിക്കേണ്ടത്. അതാണ് നിങ്ങളുടെ ബ്രില്യൻസ് എന്ന് പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾ പറയും ഞാൻ സോഷ്യൽ മീഡിയ ചെയ്തു, ആ കാലഘട്ടം പോയി. വെറുതെ ചെയ്തു, എനിക്ക് റിസൾട്ട് വരുന്നില്ല. ഇപ്പൊ എന്നോട് ചോദിച്ചു, ഇപ്പൊ എൻക്വയറി വരുന്നില്ല. അത് നിങ്ങൾ അതിൽ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ്, നിങ്ങൾ അതിൽ ചെയ്യുന്ന ഒപ്റ്റിമൈസേഷൻസ്, നിങ്ങൾ അതിൽ ചെയ്യുന്ന എക്സ്പീരിമെന്റ്, ഇതൊന്നുമില്ല. നിങ്ങളെ പഴയ കോൺസെപ്റ്റുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക. വീഡിയോ ആഡ് ഉണ്ടാക്കണം. വീഡിയോ ആഡ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ വീഡിയോ ആഡ് ഉണ്ടാക്കുന്നുണ്ട്, ബാനർ ആഡ് ഉണ്ടാക്കുന്നുണ്ട്, പല സാധനങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്കായാലും ഓരോ പല സാധനങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്താലാണ് നിങ്ങൾക്ക് സോഷ്യൽ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാൽ വളരെ സ്പെസിഫിക്കലി ടാർഗറ്റ് ചെയ്യാം. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ സിസ്റ്റം. ഞാൻ നിങ്ങളത് കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ടാർഗറ്റ് ഓഡിയൻസിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. ഞാൻ വീണ്ടും പറയാണ്, ഇന്റർനെറ്റിലുള്ള ഡിജിറ്റലിലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന് മാത്രം നമുക്ക് ആഡ് കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ആരാണ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കണം. അതിന് നിങ്ങൾ സമയം എടുക്കുക. 100 നിങ്ങളുടെ കസ്റ്റമർ ഉണ്ടോ, 100 പേരെ എടുത്ത് പഠിക്കുക. 100 പേരെടുത്ത് പഠിച്ചിട്ട് അവരെ ഏജ് എത്ര ഉള്ളവരാ, നിങ്ങൾ അതിനെ തരംതിരിക്കണം. 100 പേരില് 45 വയസ്സുള്ളവരാണ് 75%. നിങ്ങൾ അവരുടെ അടുത്തേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ബഡ്ജറ്റ് ആ ഗ്രൂപ്പിലേക്ക് മാത്രം കൊടുക്കുക. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ഞാൻ എഡ്യൂക്കേറ്റേഴ്സിന് ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൽ ഏജ് ഇട്ടിരിക്കണം എനിക്ക് തോന്നുന്നു 27-30+ ആണെന്ന് തോന്നുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓണർമാര്, എഡ്യൂക്കേറ്റർ, ഞാൻ ആ ഏജിലുള്ളവർ മാത്രമാണ്, ആ ഗ്രൂപ്പിലുള്ളവർ മാത്രത്തിലേക്കാണ് ഞാൻ ഇട്ടേക്കണേ. അല്ലാണ്ട് ഞാൻ 20 വയസ്സ് താഴെ, 22 വയസ്സ്, 21 വയസ്സല്ല, അങ്ങനെയുള്ളവർ മാത്രമാണ് ഞാൻ ഇട്ടേക്കുന്നത്. ക്ലിയർ? നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം പ്ലീസ്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും, അല്ലെങ്കിൽ ഞാനിപ്പോ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടോ നിങ്ങളൊന്ന് പറയാം. നിങ്ങൾക്ക് ഇസ് ഇറ്റ് ക്ലിയർ? അൻസറെ ക്ലിയർ ആണോ? It's very clear, sir. ഓക്കെ, ഗുഡ്. അൻസറെ ഓക്കെ, കുഴപ്പമില്ല. ഇത് നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർ പേഴ്സോണ, അവരുടെ ഏജ്, ജെൻഡർ, ഇൻട്രസ്റ്റ്, സോഷ്യൽ മീഡിയ ഹാബിറ്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അവരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാം. ചൂസ് ദ റൈറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ഇത് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടേക്ക് നിങ്ങൾക്ക് എങ്ങനെ എത്തിപ്പെടാം? നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് പഠിച്ചാലാണ് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ഇപ്പൊ ഒരു 40 വയസ്സ് മോളാണ്, അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞു 10th +2 അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പാണോ, ഫേസ്ബുക്കാണ് അൾട്ടിമേറ്റ്. ഫേസ്ബുക്ക് അൾട്ടിമേറ്റ് ആണ്. ഓക്കെ, നമ്മളൊരു യങ് ഓഡിയൻസിനെയാണ് ടാർഗറ്റ്. ഇപ്പൊ എനിക്ക് വന്നിരിക്കുന്ന എൻക്വയറി പറയാം. എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന എൻക്വയറി ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഫേസ്ബുക്കിൽ നിന്നാണ്. നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, നിങ്ങൾക്ക് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അറിയാലോ എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഡേറ്റ വന്നിരിക്കുന്നത് അറിയാം. ഓക്കെ, അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഫേസ്ബുക്കിൽ നിന്നാണ്. ഇനി നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ഞാൻ അന്ന് പറഞ്ഞു ഹൈ പ്രൊഫൈൽ ആൾക്കാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിപ്പോ തോന്നുന്നു അബാക്കസിന്റെ ട്രെയിനിങ് മാഡത്തിന് കുറച്ചും കൂടി ലിങ്ക്ഡിൻ നല്ല പ്ലാറ്റ്ഫോം ആയിരിക്കാം. കാരണം ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാരന്റ്സ് ആണ് അബാക്കസ് ട്രെയിനിങ്ങിന് മക്കൾ വിടുന്നത്. മാഡം ശരിയാണോ? Yes, sir. Professional വേണം. പ്രൊഫഷണൽസ് വിടുന്നത് അവർ ലിങ്ക്ഡിൻ ആണ് ഏറ്റവും ആക്റ്റീവ്. മാഡം ഫോക്കസ് ചെയ്യേണ്ടത് ലിങ്ക്ഡിൻ ആണ്. കാരണം പ്രൊഫഷണൽ പാരന്റ്സ് ആണ് അതിലേക്ക് വിടുന്നത്. എനിക്ക് തോന്നണില്ല നോർമൽ ഒരു ഓർഡിനറി പാരന്റിന് അബാക്കസ് എന്താണെന്ന് അറിയുന്നു, എനിക്ക് ഡൗട്ടാണ്. അതുകൊണ്ടാണ് മാഡത്തിന് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ നല്ല ഹൈ പ്രൊഫൈൽ വരുന്നത്. അപ്പൊ മാഡം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ലിങ്ക്ഡിൻ ആണ്. ഇനി ഞാൻ വേറൊരു ഇതിലുള്ള ഒരു വലിയൊരു മിസ്റ്റേക്ക് പറയാം. ഒരു മിനിറ്റ്. ഇപ്പൊ ഓർത്തൊരു പോയിന്റ് ഞാൻ ആ PPT-യിൽ ആഡ് ചെയ്യാൻ വേണ്ടി എഴുതി വെച്ചതാ. ചില ആൾക്കാരുണ്ട് എല്ലാ സോഷ്യൽ മീഡിയയിലും ആക്റ്റീവ് ആയിരിക്കും. ശുദ്ധ മണ്ടത്തരാണോ? അപ്പൊ പറയും ഞാൻ ഫേസ്ബുക്കിലുണ്ട്, ഞാൻ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഞാൻ യൂട്യൂബിലുണ്ട്, ഞാൻ ലിങ്ക്ഡിൻ, ഞാൻ എവരിവേർ. പക്ഷെ അതിൽ നിന്ന് ഒന്നിന്ന് 1 രൂപയുടെ റിസൾട്ട് ഉണ്ടാവില്ല, മെച്ചം ഉണ്ടാവില്ല. ആ ഒരു കാലഘട്ടം പോയി. നിങ്ങൾ ഈ ചാനലുകളെ ബ്രില്യന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പഠിക്കുക.
നിങ്ങൾക്ക് തോന്നാണ് നിങ്ങളുടെ റിസൾട്ട് വരുന്നത് ഫേസ്ബുക്കിൽ നിന്ന് മാത്രമാണെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ മാത്രം ആക്റ്റീവ് ആയാൽ മതി. നിങ്ങളുടെ ബിസിനസ്, നിങ്ങൾ ആസ് എ പേഴ്സണൽ ഞാൻ പറയണേ, നിങ്ങളെ 100% ഫേസ്ബുക്കിൽ കൊടുക്കുക. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ലിങ്ക്ഡിൻ ആണെങ്കിൽ ലിങ്ക്ഡിൻ മാത്രം, ഓൺലി നിങ്ങൾ ലിങ്ക്ഡിനിൽ മാത്രം ആക്റ്റീവ് ആയാൽ മതി. നിങ്ങളുടെ എല്ലാ എനർജി കൊണ്ട് എല്ലായിടത്തും കൊണ്ടിടരുത്. നിങ്ങളുടെ കംപ്ലീറ്റ് എനർജി നിങ്ങൾ ലിങ്ക്ഡിനിൽ ഇടാം. അതുകൊണ്ടാണ് ഈ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ചെറുതായിട്ടുള്ള ഒരു പേഴ്സണൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യണം. പേഴ്സണൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്ന അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മിക്കവർക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് റിസൾട്ടുകൾ വരാത്ത. എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് വളരെ റിസൾട്ട് വരുന്നതാണ്. നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ നിന്ന് വരാം. നിങ്ങളിപ്പോൾ ഇത്രയും പേരോട് ഇരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് വന്നതല്ല. അതേപോലെ ചില പ്രൊഡക്റ്റ് ഉണ്ട്, ഒരാൾ പോലും ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യില്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക്ഷോപ്പ് ഫോർ എഡ്യൂക്കേറ്റർ, നിങ്ങളുടെ മനസ്സിലേക്ക് വരില്ല. പക്ഷെ നിങ്ങളൊരു എഡ്യൂക്കേറ്റർ ആണ്, ഇങ്ങനത്തെ ആഡ് കാണും. അതാണ് കണക്ട് ചെയ്യാനുള്ള ബ്രില്യൻസ് എന്ന് പറഞ്ഞത്. ഞാൻ സോഷ്യൽ മീഡിയ, എന്നോട് നേരത്തെ പറഞ്ഞു സോഷ്യൽ മീഡിയ റിസൾട്ട് കിട്ടണില്ല. എന്റെ ചില ക്ലയന്റുകൾക്ക് ഉണ്ട് സോഷ്യൽ മീഡിയ 0 റിസൾട്ട് കിട്ടുന്നത്. എനിക്കിവിടെ വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയ എന്നാണ്, അല്ലാന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആഡ് കണ്ടിട്ട് വന്നവരാണ്. സോഷ്യൽ മീഡിയ മോശമല്ല. അപ്പൊ അതിനെ ഉപയോഗിക്കാനുള്ള ഒരു സ്കില്ല് വേണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളെല്ലാം ഇപ്പൊ ഈ ഡിജിറ്റലിലുള്ള ഏറ്റവും വലിയ ഗുണം എല്ലാം വിസിബിളാണ്. എല്ലാം വിസിബിളാണ്. മാഡം അബാക്കസിന്റെ ട്രെയിനിങ് ആണ് ചെയ്യണമെങ്കിൽ ലോകത്തിലെ പല രാജ്യത്ത് അബാക്കസിന്റെ ട്രെയിനിങ് കൊടുക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. അവരെ പോയി ഫോളോ ചെയ്ത് പഠിച്ചാൽ മതി. ആ സെയിം കോൺസെപ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സെയിം കോൺസെപ്റ്റ്. ഞാൻ റീസെന്റ്ലി ചെയ്തൊരു പരിപാടി പറയാം. ബിസിനസ് അനലിസ്റ്റിന്റെ ക്ലാസ് എടുക്കുന്നത്. ബിസിനസ് അനലിസ്റ്റ്, അതായത് ഈ ഡേറ്റ അനലിസ്റ്റ് എന്ന് പറയും, ഈ എക്സൽ, പവർ ബി ഐ അങ്ങനത്തെ സാധനങ്ങൾ. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് രാജസ്ഥാനിലുള്ള ഒരു കുട്ടി, ഒരു ലേഡി ഇതിന്റെ വർക്ക്ഷോപ്പിനെ കുറിച്ച് എടുക്കുകയാണ്. ഞാൻ ആളുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു. ആളുടെ ഒരു സിസ്റ്റം ഉണ്ട്, അൺബിലീവബിൾ സിസ്റ്റം ആണ് ആൾ ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. ഞാനത് ഫുൾ അറ്റൻഡ് ചെയ്ത് ആസ് ഇറ്റ് ഈസ് ഞാനത് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തു. എനിക്ക് വന്ന എൻക്വയറി അൺബിലീവബിൾ ആണ്. എൻ്റെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു, വേറൊരു അതുപോലത്തെ ഒരു കോൺസെപ്റ്റ് ആരോട് ചെയ്തിട്ടില്ല. ഞാൻ അതേപോലെ തന്നെ ആസ് ഇറ്റ് ഈസ് ഞാനിവിടെ കോപ്പി ചെയ്തു. 100% സക്സസ്. കേരളത്തിൽ ആരങ്ങനെ ചെയ്തില്ല. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കോമ്പറ്റീറ്റർ കേരളത്തിലുള്ള നോക്കണ്ട, ഔട്ട് ഓഫ് കേരളയിൽ ഉണ്ടാവും, ഔട്ട് ഓഫ് കൺട്രി ഉണ്ടാവും. നോക്ക, ഐഡിയാസ് എടുക്കുക, അപ്ലൈ ചെയ്യുക. സിമ്പിൾ കാര്യമാണ്, വെരി സിമ്പിൾ ആണ്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുക. ചിലവരുണ്ട് എല്ലായിടത്തും ആക്റ്റീവ് ആവാണ്. ചിലപ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ഫേസ്ബുക്കിലുള്ള, വെറുതെ നിങ്ങളെന്ന് ഇൻസ്റ്റയിൽ റീലാക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ ലിങ്ക്ഡിൻ ആണ്, നിങ്ങൾ 24 മണിക്കൂർ ലിങ്ക്ഡിനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എങ്ങനെ ഫോളോവറെ കൂട്ടാം, എങ്ങനെ കൂടുതൽ കണക്ഷൻ ഉണ്ടാക്കാം, എങ്ങനെ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിൽ കൂടുതൽ അടുപ്പുണ്ടാക്കാം, അവർക്ക് എങ്ങനത്തെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം, ലിങ്ക്ഡിൽ എങ്ങനെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാം. അതിൽ മാത്രം നിങ്ങൾ ചിന്തിക്കുക, അതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. അതാണ് ചൂസ് ദ റൈറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ഞാൻ എല്ലാ പ്ലാറ്റ്ഫോമിലും ആക്റ്റീവ് ആണ്, ഇൻസ്റ്റയിൽ, ഫേസ്ബുക്കിൽ, ലിങ്ക്ഡിൻ, യൂട്യൂബിൽ. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നതാണ്. എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ട്, ബിസിനസ് ഓണേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള എല്ലാ തരം ആൾക്കാരുകൊണ്ടാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റ് എല്ലാത്തിലും ഞാൻ അപ്ലൈ ചെയ്തത്. ഇനിയും എനിക്ക് ഡോപ്റ്റിറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി. ഞാൻ ലിങ്ക്ഡിനിൽ മാത്രം ആക്റ്റീവ് ഉള്ള കമ്പനിക്ക്. ലിങ്ക്ഡിനിൽ എനിക്ക് ഏകദേശം 20,000 ഫോളോവർ ഉണ്ട്. ഇതെല്ലാം എഡ്യൂക്കേറ്റേഴ്സ് ആണ്. എല്ലാം എഡ്യൂക്കേറ്റേഴ്സ്. ഞാൻ ലിങ്ക്ഡിൻ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ലിങ്ക്ഡിൻ 18,000 or 19,000 ഫോളോവർ ഉണ്ട്. എല്ലാം എഡ്യൂക്കേറ്റേഴ്സ് ആണ്. കാരണം ഞാനത് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഞാൻ അല്ലാണ്ട് കടന്ന് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇവിടെ കടന്നിട്ട് ഞാൻ കടന്നൊന്നും ചെയ്യുന്നില്ല. ഞാൻ അവിടെ ചെന്നിട്ടാണ് ആക്റ്റീവ്. അതാണ് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാനുള്ള ബ്രില്യൻസ് വേണം. ഡെവലപ്പ് കോണ്ടന്റ് സ്ട്രാറ്റജി. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കണ്ടിന്യൂസ് കൺസിസ്റ്റന്റ് നിങ്ങൾ കണ്ടന്റ് ഇട്ടുകൊണ്ടിരിക്കണം.
നിങ്ങൾ വിചാരിക്കും ഞാനൊരു ബാനർ ഉണ്ടാക്കി ചെയ്താൽ ആ കാലഘട്ടമൊക്കെ പോയി. നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. നിങ്ങൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും മോഡേൺ മെത്തേഡ്. നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക. നിങ്ങൾ മാക്സിമം ഇൻഫോർമേഷൻസ് കൊടുക്കുക. മാക്സിമം ഇൻഫോർമേഷൻ. ഞാൻ എൻ്റെ കരിയറിന്റെ തുടക്കത്തിലാണ് നമ്മളെന്തെങ്കിലും ഇൻഫോർമേഷൻ ആരോടും ഷെയർ ചെയ്യില്ല. അവർ പഠിച്ചാലോ അവർ വളർന്നാലോ എന്നുള്ള ചിന്താഗതി എനിക്കുണ്ടായിരുന്നു. എന്തെങ്കിലും പുതിയ ഇൻഫോർമേഷൻ കിട്ടുമ്പോൾ. പിന്നീടാണ് ഞാൻ എന്ത് ചെയ്തു, ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോൺഫറൻസിന് പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ക്ലാസ്സിലാണ് ഞാൻ എനിക്കൊരു ഔട്ട്ലുക്ക് ഉണ്ടായി. എൻ്റെ ഒരു തോട്ട് വന്നേ, നിങ്ങൾ എത്രയോ ഷെയർ ചെയ്യുന്നു അത്രയ്ക്കും നിങ്ങൾക്ക് ഇൻഫോർമേഷൻ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുകയും നിങ്ങളും വളരുമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ഷെയറിങ് തുടങ്ങിയത്. അപ്പോൾ ഒരു നെറ്റ്വർക്കിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊന്നും ഷെയർ ചെയ്യാണ്ടിരിക്കുക. എന്തുകൊണ്ട് ഷെയർ ചെയ്യാണ്ടിരിക്കണേ? അപ്പോൾ നമ്മൾ മാക്സിമം അവരോട് ഷെയർ ചെയ്യും, അവർ കുറേ കാര്യങ്ങൾ പറയും. അതുകൊണ്ടാണ് ഈ മാക്സിമം നിങ്ങളുടെ കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യുക. പലതരം ഇതിൽ പറഞ്ഞിട്ടില്ലേ, ചില വീഡിയോസുകൾ ഉണ്ടാക്കുക, ടെസ്റ്റിമോണിയൽസ് ഉണ്ടാക്കുക, നല്ല നല്ല പോസ്റ്റർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ റീൽസുകൾ ഉണ്ടാക്കുക. അത് നിങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്തിരുന്നാലാണ് കാര്യം. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പഴയ മാർക്കറ്റൊന്നുമല്ല ബിസിനസ്, വെരി കോമ്പറ്റിറ്റീവ്. നിങ്ങൾ അതിൽ ഡെഡിക്കേറ്റ് ചെയ്ത് അതിന് മാത്രം റെഗുലർ ആയിട്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ വാനിഷ് ആയി പോയി മാർക്കറ്റിൽ. ഞാൻ എന്തുകൊണ്ട് ലണ്ടനിൽ പോയി പഠിച്ചു എന്ന് അറിയാമോ? ഞാൻ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഞാൻ ലണ്ടനിൽ പൈസ മുടക്കി ഫുൾ ടൈം അവിടെ കോഴ്സിന് പോയി ചോദിച്ചു. കാരണം ഇനി ഞാൻ മാർക്കറ്റിൽ അടുത്തൊരു 10 വർഷം നിൽക്കണമെങ്കിൽ എനിക്കത് ആവശ്യമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ എഫർട്ട് ഇട്ട് പൈസ മുടക്കി ഇപ്പോഴത്തെ ജനറേഷൻ്റെ കൂടെ പോയിരുന്നത്. എനിക്കത് ഗുണം ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ ഔട്ട്ലുക്കും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മാറി. അതുകൊണ്ടാണ് എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നാൽ അതുപോലത്തെ ഒരു മാർക്കറ്റാണിത്. ഓക്കെ. അതേപോലെ നിങ്ങൾ ഒരു വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക. എന്തൊക്കെ ചെയ്യും, ഓരോ ദിവസം എന്തൊക്കെ പോസ്റ്റ് ഉണ്ടാക്കും. നിങ്ങളുടെ പോസ്റ്ററുകൾ ഈ ഇവന്റിന് വേണ്ടിയിട്ടാവരുത്. ഇപ്പൊ ഞാൻ നിങ്ങളതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ക്രിസ്മസിന് ഒരു പോസ്റ്റ് ഇടുക, ന്യൂ ഇയറിന് ഒരെണ്ണം ഇടുക, വിഷുവിന് ഇടുക, റംസാൻ ഇടുക, അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ, ഇങ്ങനത്തെ കുറെ പോസ്റ്ററുകൾ ആൾക്കാർ ഇട്ടു. അതിനുവേണ്ടിയാണ് അതല്ല നിങ്ങളുടെ കലണ്ടർ എന്ന് പറയുന്നത്. നിങ്ങളത് ചെയ്തോളൂ, ചെയ്യണമെന്നല്ല ഞാൻ പറയണേ. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ ഹെൽപ്പ് ചെയ്യണ കണ്ടന്റ് ഉണ്ടാക്കുക. അല്ലാണ്ട് ഞാൻ ഒരു സാധനം നിങ്ങളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഫോളോ ചെയ്തു, എനിക്ക് അവിടെ ക്രിസ്മസിന്റെ ബാനർ കാണുമെന്ന് എനിക്ക് താല്പര്യം, അതിന് വേണ്ടി നല്ലത് കാണണം. ഞാൻ എൻ്റെ നോക്കിക്കോ, ഞാൻ ക്രിസ്മസിനൊന്നും ഞാൻ ഇടാറില്ല, ഒരു സാധനത്തിന് ഞാൻ ഇടാറില്ല. എന്തിനാണ്? ആർക്കും വേണ്ടിയിട്ടാണത്? നിറഞ്ഞിരിക്കുകയാണ്. ചിലവരുണ്ട് ഇതായി കഴിഞ്ഞാൽ എല്ലാവർക്കും വാട്സപ്പ് അയക്കലാണ് ബാനർ ഉണ്ടാക്കിയിട്ട്. അതൊക്കെ ഒരു പഴയ രീതിയിലാണ്. നിങ്ങളുടെ കോൺസെപ്റ്റുകൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അയച്ചു കൊടുത്താൽ അടിപൊളിയാണ്. ഞാൻ ഓണത്തിന് ഒരു ബാനർ ഉണ്ടാക്കിയായിരുന്നു, ഒരു ക്രിയേറ്റീവ്സ്. നമ്മളിങ്ങനെ ഓണത്തിന് ഓരോ റൗണ്ടിലും ചെയ്യില്ല. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഒരു റൗണ്ട് ഫേസ്ബുക്കിന്റെ എഴുതിണ്ടാക്കി, മറ്റേ റൗണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കി, മറ്റേ റൗണ്ട് യൂട്യൂബ് ഉണ്ടാക്കി. ഈ ടേമുകൾ വെച്ച് മൊത്തത്തിൽ ഇങ്ങനെ ഓരോന്ന് കറക്കി ഞാൻ ഓണത്തിന്റെ ഒരു സാധനം ഉണ്ടാക്കി. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അത് എന്റെ ബിസിനസ്സുമായി ഞാൻ കണക്ട് ചെയ്യുന്ന സാധനമാണ്. ആ തീം അതിൽ കൊണ്ടുവന്നു, ഓണത്തിന്റെ തീമും കൊണ്ടുവന്നു, എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ടേമുകൾ കൊണ്ടുവന്നു. അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ. അല്ലാണ്ട് വെറുതെ ക്രിസ്മസ് വിഷസ്, വിഷു ആശംസകൾ അണ്ട് നിങ്ങളുടെ ലോഗോ ഒരു കോർണർ ആര് കാണാനുള്ളത്? നോബഡി ഈസ് ഇൻട്രസ്റ്റഡ്. പക്ഷെ അതിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ, എഡ്യൂക്കേറ്റ് കാര്യം, എന്തെങ്കിലും എലമെന്റ് കൂടി കൊണ്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ബഡ്ജറ്റ്. ഈ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്, ഞാൻ ഇതിന്റെ ആ ഒരു സ്ട്രക്ചർ കാണിച്ചു തരാം കേട്ടോ, സോഷ്യൽ മീഡിയയുടെ. ഇപ്പൊ നേരത്തെ അൻസാറിന്റെ ഞാൻ വേറൊരു ആൻസർ കൂടി പറയാം. അൻസാറെ കേക്കണ്ടോ? കേക്കുണ്ട് സാർ, കേക്കുണ്ട്. ആൻസർ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നിങ്ങളുടെ മാർക്കറ്റിലുള്ള
ഇൻഫ്ലുവൻസർ ആയിട്ട് നിങ്ങൾ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളല്ല ചെയ്യേണ്ട, ഇൻഫ്ലുവൻസർ ആയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ കണ്ടന്റിനെ നിങ്ങൾ ബൂസ്റ്റ് ചെയ്ത ഭയങ്കര റിസൾട്ടാണ്. ക്ലിയർ ആയോ? ഒരു ഇൻഫ്ലുവൻസർ, നിങ്ങളുടെ മേഖലയിലുള്ള ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് ഞാൻ ആ എസ് ഹബിന്റെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എസ് ഹബിന്റെ നിങ്ങൾ പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇൻസ്റ്റാഗ്രാം പേജ് കാണാൻ പറ്റും. ഓരോന്നും 10 മില്യൺസ് വെച്ചിട്ടുള്ള റീച്ച് കണ്ടന്റ് ബൂസ്റ്റ് ചെയ്ത് ബ്രാൻഡൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക. കുറച്ചും കൂടി ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങളുടെ മേഖലയിലുള്ള ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടറിലാണെങ്കിൽ അതിലുള്ള ഇൻഫ്ലുവൻസർ വെച്ച് നിങ്ങൾ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ തന്നെ ബ്രാൻഡ് ആവണതാണ്. അത് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. നിങ്ങൾ തന്നെ പേഴ്സണൽ ബ്രാൻഡ് ആവണം. ഇപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. നിങ്ങൾ പേഴ്സണൽ ബ്രാൻഡ് ആവണമെങ്കിൽ നിങ്ങൾ എല്ലാ ചാനലിലും ആക്റ്റീവ് ആയിരിക്കണം. നിങ്ങൾ തന്നെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണം. നിങ്ങളിപ്പോ എല്ലാവരും എന്നെ പ്രതീക്ഷിച്ചിട്ട് വന്നത്, എനിക്ക് പകരം വേറെ ആൾക്കാരെ വെച്ച് ആഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കണക്ട് ആവില്ല. ഞാൻ എൻ്റെ തന്നെ വീഡിയോസ് ഞാൻ ഉണ്ടാക്കായിരുന്നു, ബാനറുകളിൽ ഞാൻ തന്നെയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എവിടെയോ എന്നെ കണക്ട് ചെയ്യാൻ തോന്നി. അതാണ് പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി ഇന്ന ആളാണ് എടുക്കുന്നത്, ആൾ എന്തൊക്കെയോ പറയുന്നുണ്ടാവും. നിങ്ങൾക്കൊരു ക്രെഡിബിലിറ്റി അവിടെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ല, ഒരു ഓൺലൈൻ സാധനമാണ്. നിങ്ങൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് കോഴ്സിന് വരാണ്. അതായത് ഒരു ക്രെഡിബിലിറ്റി നിങ്ങൾ ഒരു ബ്രാൻഡ് നിങ്ങൾ കണക്ട് ചെയ്ത്, അതാണ് ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. എത്രയോ ഓൺലൈനിൽ, ഏറ്റവും കൂടുതൽ ഓൺലൈനിൽ നടക്കുന്ന സ്പാമാണ് അല്ലെ? നിങ്ങളിത് ഒന്നും അറിയാണ്ട് നിങ്ങൾ എന്നെ കണക്ട് ചെയ്ത് എന്നെ വിശ്വസിച്ച് നിങ്ങൾ പേയ്മെന്റ് എടുത്ത്, അതാണ് പേഴ്സണൽ ബ്രാൻഡ്. അത് നിങ്ങൾ എടുക്കണമെങ്കിൽ സമയം എടുത്തിട്ടാണ് അതിലേക്ക് എത്താം. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അതാണ് അൾട്ടിമേറ്റ് സാധനം. നിങ്ങളായാലും ലോങ് ടൈമിൽ അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ തന്നെ വീഡിയോ ഉണ്ടാക്കുക, നിങ്ങൾ തന്നെ അതിന് പ്രസന്റ് ചെയ്യുക. തെറ്റിക്കോട്ടെ, മിസ്റ്റേക്ക് വന്നിട്ട് ആൾക്കാർ പലതും പറയും, നിങ്ങളത് ഇഗ്നോർ ചെയ്യുക. ഓക്കെ, ഞാൻ എൻ്റെ ഒരു ബേസിക് നേച്ചർ അനുസരിച്ച്, നിങ്ങൾ വിശ്വസിക്കുന്ന അറിയില്ല, ഞാൻ വളരെ ഒരു ഷൈ പേഴ്സൺ ആണ്. ബേസിക്കലി ഷൈ പേഴ്സൺ ആയിരുന്നു. പക്ഷെ എനിക്ക് മാർക്കറ്റിംഗ് എവിടെയോ ഇഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് പ്രസന്റ് ചെയ്യണം ആവശ്യകത വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് സമയം എടുത്ത് പഠിച്ചതാണ്. ഒരുപാട് സമയം എടുത്ത് പഠിച്ചതാണ്. എനിക്കതിന്റെ ആവശ്യകതയുണ്ട്. എൻ്റെ കരിയറിനും എൻ്റെ നിലനിൽപ്പിനും അത് ആവശ്യകത ഉള്ളത് കൊണ്ട് മാത്രം. ബേസിക്കലി ഞാനൊരു വെരി ഷൈ പേഴ്സൺ ആണ്. എൻ്റെ വീഡിയോ എനിക്ക് കാണുന്നതേ ഇഷ്ടമല്ല, സത്യം പറഞ്ഞ. എൻ്റെ വോയിസ് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പക്ഷെ ചെയ്യുകയാണ്, കാരണം അത് ആവശ്യകതയാണ്. അത് കറക്റ്റ് ഓരോ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് ഓരോ രീതിയിൽ കണക്ട് ചെയ്ത് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പേഴ്സണൽ ബ്രാൻഡിന്റെ ഒരു സെഷൻ എടുക്കാനൊക്കെ ഇരുന്നു. പക്ഷെ ഇപ്പൊ അതിന് പറ്റില്ല, എല്ലാം കൂടി പറ്റില്ല. പേഴ്സണൽ ബ്രാൻഡ് നമ്മൾ എടുക്കുന്നതാണ്, പേഴ്സണൽ ബ്രാൻഡിന്റെ ക്ലാസ്സും കാര്യങ്ങളും എടുക്കുന്നതാണ് ശരിക്കും. ഇനി എൻഗേജ് വിത്ത് യുവർ ഓഡിയൻസ്. അതായത് നിങ്ങളിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും കമന്റ് ഇട്ടു, നിങ്ങൾ അതിനൊക്കെ റിപ്ലൈ കൊടുക്കുക. എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുക. എല്ലാത്തിനും വേണമെന്നില്ല, ഒരു എൻഗേജ് ചെയ്യുക. അത് ചോദിക്കുന്നതിന് റിപ്ലൈ കൊടുക്കുക. ചിലപ്പോൾ എന്തെങ്കിലും ഇൻഫോർമേഷൻ അത് ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ എൻഗേജ് ചെയ്തിരിക്കുക. അല്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് പോയി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യം, നിങ്ങൾ അതിൽ ഇൻവോൾവ് ആവണം. നിങ്ങൾ തന്നെ എന്റെ തന്നെ കണ്ടിട്ടുണ്ടാവും, ഞാൻ ചിലപ്പോൾ അതിരാവിലെയൊക്കെ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇടാറുണ്ട്, രാത്രി ഇടാറുണ്ട്. എനിക്ക് അങ്ങനെ പ്രതി സംഭവം. ഞാൻ ചിലപ്പോൾ രാവിലെ അറിയാണ്ട് നേരത്തെ എനിക്കാണ് ഇങ്ങനെ തപ്പിപ്പിടിച്ച് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഗ്രൂപ്പിലുണ്ട്, എന്തെങ്കിലും കാണാം, ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും സാധനം ഇട്ട് പോകും. അയാൾ രാവിലെ ഇന്ന സമയത്ത് ഇടാൻ പാടുള്ളൂ, അങ്ങനത്തെ ചിന്ത ഒന്നും എനിക്കില്ല. ഞാൻ എപ്പോഴും ആക്റ്റീവാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ടാൽ തന്നെ എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരാം, അല്ലെങ്കിൽ എപ്പോഴും റിപ്ലൈ തന്ന് ഞാൻ അതിൽ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എപ്പോഴും. ഓക്കെ, അപ്പൊ നിങ്ങളായാലും നിങ്ങളുടെ അടുത്ത് പോസ്റ്റുകൾ, മെസ്സേജുകൾ, ഇൻസ്റ്റയിൽ അയക്കുന്നതിൽ, ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകൾ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വരുന്ന മെസ്സേജുകൾ, അല്ലെങ്കിൽ യൂട്യൂബിൽ ഇടുന്ന കമന്റുകൾ, ഇതിനൊക്കെ നിങ്ങൾ റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ അതിന് റിയാക്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ ക്യാമ്പയിൻസ് നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്ത് അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ നോക്കാം. ഓൾവേസ് അങ്ങനെ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഇത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ഇന്നലെ എന്നോട് ആരെ പറഞ്ഞതാണ്, ചോദിച്ചതാണ്. 1 രൂപ കൊടുത്തു പോലും നിങ്ങൾ ഒരു ഫോളോവർ വാങ്ങരുത്. 1 രൂപ കൊടുത്തു പോലും. ഏറ്റവും വലിയ സ്പാം ഉള്ളത്. ഇനി സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് ലൈക്ക് കൂടുതൽ കിട്ടാനും ഫോളോവർ കൂടുതൽ കിട്ടാൻ ക്യാമ്പയിൻ ചെയ്യാൻ പൈസ കൊടുത്ത് നിങ്ങൾ ചെയ്യരുത്. നിങ്ങളിത് ആരെ കാണിക്കാനാണ്?
എനിക്ക് ഇത്ര ഫോളോവർ ഉണ്ടെന്ന് കാണിച്ചിട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് സീറോ റിസൾട്ട്, സീറോ എൻഗേജ്മെന്റ്. നിങ്ങളുടെ പൈസ നിങ്ങൾ വേസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ ടെമ്പററിലി നിങ്ങളെ തന്നെ ഹാപ്പി ആക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണത്. ഓക്കെ, എനിക്ക് ഇത്ര ഫോളോവർ ഉണ്ടെന്ന് കാണിക്കാൻ നിങ്ങൾ അതുകൊണ്ടൊരു ഗുണമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ തുടക്കം നിങ്ങളടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ഫോക്കസ് എങ്ങനെ എൻക്വയറി ജനറേറ്റ് ചെയ്യാം, അതായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. എങ്ങനെ ക്വാളിറ്റി ലീഡ് ജനറേറ്റ് ചെയ്യാം. നിങ്ങൾ വേറെ ഒന്നും തന്നെ എങ്ങനെ ക്വാളിറ്റി ലീഡ് ജനറേറ്റ് ചെയ്യാം, എങ്ങനെ അതിനെ കൺവേർട്ട് ആക്കി എടുക്കാം. എന്നോട് ആദ്യം ആരോ ചോദിച്ചു എങ്ങനെയാണ് കൺവേർഷൻ റേറ്റ്, എങ്ങനെയാണ് അക്കാഡമി എൻക്വയറി വന്ന് അവരോട് സംസാരിക്കേണ്ടത്, എന്തൊക്കെ രീതിയിൽ വേണം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്നോട് ചോദിച്ച ഒരാൾ. അത് കറക്റ്റാണ്. നിങ്ങൾ ക്വാളിറ്റി ലീഡ് എടുക്കുക, അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എങ്ങനെ ലീഡ് ക്ലോസ് ചെയ്യുക, ഇതിലായിരിക്കണം നിങ്ങൾ. എന്നാലും മാത്രമേ നിങ്ങൾ ഗ്രോ ചെയ്യൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണലാണ്, നിങ്ങൾക്ക് ഡെവലപ്പ് ആവണില്ല. നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ വലിഞ്ഞ് ഇല്ലാണ്ടാവും മാർക്കറ്റിൽ. നിങ്ങൾ തന്നെ അറിയാണ്ടില്ലാണ്ടാവും. അറിയാണ്ടില്ലാണ്ടാകുമ്പോൾ നിങ്ങൾ പറയും നിങ്ങൾക്ക് ആ നോളജിന്റെ ഒക്കെ ശരിയാണ്, പക്ഷെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ പൈസ ഒരുപാട് കാണാറുണ്ട്, പൈസ മുടക്കിയാൽ ഇത്ര ഫോളോവർ, ഇത്ര സബ്സ്ക്രൈബർ, ഇത്ര റിവ്യൂസ്. ഫേക്ക്. അബ്സല്യൂട്ട്ലി 100,000% ഫേക്ക്. ഒരു ഫേക്ക്. നിങ്ങൾ ജെനുവിൻ ഫോളോവർ ഉണ്ടാക്കുക, ജെനുവിൻ ഫോളോവർ വന്നോളും, ഓട്ടോമാറ്റിക്കലി വന്നോളും. നിങ്ങളുടെ ആൾക്കാരെ ഇപ്പൊ നിങ്ങളൊരു സ്റ്റുഡന്റ് ജോയിൻ ചെയ്തു, ആളെ കൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഫോളോ ചെയ്യിപ്പിച്ചു, കാരണം നിങ്ങൾ സ്റ്റുഡന്റ് ആണ്. അവർ എൻക്വയറി നടത്തി അവരെ നിങ്ങൾ ഫോളോ ചെയ്യിപ്പിക്കുക. അല്ലാണ്ട് ബാക്കിയുള്ളവർ എല്ലാത്തിനും നിങ്ങൾ ഫോളോ ചെയ്യിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഗുണവുമില്ല. മാക്സിമം നല്ല നല്ല ഇപ്പൊ ചില ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, 15,000 ഫോളോവർ ഉണ്ടാവുള്ളൂ, പക്ഷെ അവരിടുന്ന കണ്ടന്റ് ഒടുക്കത്തെ റീച്ചാണ്. ചിലവരുണ്ട് 1 മില്യൺ ഉണ്ടാവും, പക്ഷെ കണ്ടന്റ് റീച്ച് അവര് ഫേക്ക് ഫോളോവറെ കൊണ്ട്. അതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് അവരുടെ ഫോളോവർ നോക്കിയിട്ടല്ല, അവരുടെ വീഡിയോന്റെ എൻഗേജ്മെന്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ അവരെ സെലക്ട് ചെയ്യാൻ. ചിലവർക്ക് ഉണ്ടാവും 5 ലക്ഷം ഫോളോവർ ഉണ്ടാവും. അപ്പൊ അവര് പറയുന്നത് അറിയാമോ, എനിക്ക് 5 ലക്ഷം ഫോളോവർ ഉണ്ട്, ദിസ് ഈസ് മൈ റേറ്റ്. പക്ഷെ അവരിടുന്ന വീഡിയോക്ക് 10,000 വ്യൂസ് ഉണ്ടാവുള്ളൂ. ഇനി ചിലവരുണ്ടാവും വേറെ 25,000 ഫോളോവർ ഉണ്ടാവുള്ളൂ, പക്ഷെ അവരിടുന്ന വീഡിയോക്ക് 40,000 50,000 റീച്ച് ഉണ്ട്. ഞാൻ എൻ്റെ ഒരു എൻ്റെ ഇൻസ്റ്റയില് ഒരു കുട്ടിയുടെ റീൽ ഇട്ടിട്ടുണ്ട്. ആ കൊച്ചിന് ഭയങ്കര റീച്ചാ. വെറും 47,000 ഫോളോവർ ഉള്ളൂ. പക്ഷെ ഇപ്പൊ തന്നെ എനിക്ക് 2 റീല് 50,000 60,000 ഓർഗാനിക് റീച്ചാണ്. ഇനി ഞാൻ വേറെ 2 ലക്ഷം 1.5 ലക്ഷം ഫോളോവർ ആയിട്ട് ചെയ്തു. ആ കുട്ടിക്ക് കുറച്ച് ഇരട്ടി കാശ് കൊടുത്തു. എനിക്ക് കിട്ടിയത് 20,000 വ്യൂസ് ആണ്. ഇനി ഞാൻ വേറൊരു സംഭവം പറഞ്ഞു, ഞാൻ ആരാന്ന് പറയുന്നില്ല. മലയാളത്തിൽ ഒരു ചെറിയ സെലിബ്രിറ്റിയാണ്, സിനിമയിൽ അഭിനയിക്കുന്ന കുട്ടിയാണ്. ഈ കുട്ടി ചെയ്ത ഒരു ഫ്രോഡ് പരിപാടി ഞാൻ പറയാം. നിങ്ങളായാലും ഞാനൊന്ന് ഞെട്ടിപ്പോയിട്ട് പരിപാടി, പക്ഷെ ഞാൻ ഈ ഫീൽഡിലുള്ളതുകൊണ്ട് എനിക്ക് കണ്ടെത്താൻ പറ്റും. അതൊരു വലിയൊരു കേസ് സ്റ്റഡി ഇപ്പോൾ ഓർത്ത് തന്നെ. ഈ കുട്ടി, ഇത് നിങ്ങളായാലും നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ ഇൻഫ്ലുവൻസർ ആയിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ കുട്ടി എന്നോട് പറഞ്ഞു എന്റെ റേറ്റ് ഇതാന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഈ കുട്ടിക്ക് റേറ്റ് കൊടുത്തു. ഈ കുട്ടിയുടെ വീഡിയോ നല്ല ഒരു അത്യാവശ്യം സിനിമയിൽ അഭിനയിക്കുന്ന കുട്ടിയാണ്. ഈ കുട്ടിക്ക് ഞാൻ റേറ്റ് കൊടുത്തു. റേറ്റ് കൊടുത്ത് വീഡിയോ ഇട്ടു. വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആ വീഡിയോയില്, അതാണ് എന്റെ ഭാഗ്യമായിരുന്നു അത്. ആ വീഡിയോയില് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായി. ആ കുട്ടിയുടെ മിസ്റ്റേക്ക് ഒന്നല്ല, എന്തോ എഡിറ്റ് ചെയ്തല്ല, എന്തൊരു വേർഡിന്റെ മിസ്റ്റേക്ക് ഉണ്ടായി. അപ്പൊ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ആ വീഡിയോ മിസ്റ്റേക്ക് കറക്റ്റ് ആയിട്ട് അയച്ചിട്ടുണ്ട്, നിങ്ങൾ ഇപ്പൊ ഇട്ടിരിക്കുന്നത് ഡിലീറ്റ് ചെയ്തിട്ട് ഇത് ഇടാൻ പറഞ്ഞു. അപ്പോഴാണ് ആള് പറഞ്ഞ, ആളുടെ സോഷ്യൽ മീഡിയ ചെയ്തു കൊടുക്കുന്നവർ പറഞ്ഞു കൊടുത്ത ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് ആ കുട്ടി എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. ആള് പറയാണ്, സാറേ ഞാൻ അത് ബൂസ്റ്റ് ചെയ്തേക്കാണ്, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ കൊടുത്ത പൈസയുടെ 5% എടുത്ത് ആള് ബൂസ്റ്റ് ചെയ്യും. ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ല റീച്ച് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നും. ആള് വേറെ ഒരു കസ്റ്റമർ വരുമ്പോൾ അവരെ കാണിച്ചു കൊടുക്കും, ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോക്ക് ഇത്തരം റീച്ച് വന്നിട്ടുണ്ട്, പക്ഷെ അത് ഫേക്ക് വ്യൂസ് ആണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി പറയണേ പറയാം. ആർക്കെങ്കിലും മനസ്സിലായോ?
Yes, sir. അപ്പൊ അതാണ്. ഇനി ചില ഇൻഫ്ലുവൻസേഴ്സ് പറയും ഞങ്ങളുടെ റേറ്റ് 1 ലാക്കാണ്. ഞാൻ അങ്ങനെ സംസാരിച്ചതാ. എന്റെ റേറ്റ് 1 ലാക്കാണ്, ഞാൻ നിങ്ങൾക്ക് 1 മില്യൺ വ്യൂസ് ഗ്യാരണ്ടി. ഫേക്ക് ആണ് അവൻ ബൂസ്റ്റ് ചെയ്യാനാ പോണേ. ബൂസ്റ്റ് ചെയ്ത 99% വ്യൂസിനും ഒരു ഗുണവുമില്ല. അബ്സല്യൂട്ട്ലി നിങ്ങൾ ബൂസ്റ്റ് ചെയ്ത അതിനും ഗുണമില്ല. ഓർഗാനിക്കലി വ്യൂസ് കിട്ടുന്നതാണ് നമ്മൾ ഇൻഫ്ലുവൻസ്. അതിന് നല്ല റിസൾട്ട് കിട്ടും, റീച്ച് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ചില വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് ലൈക്കും കമന്റ് ഉണ്ടാവും. അതിന്റെ അർത്ഥം നല്ല റീച്ച് ഉണ്ട്, എൻഗേജ്മെന്റ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങൾ ഇൻഫ്ലുവൻസർ ആയിട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ശരിക്കും ശ്രദ്ധിക്കുക. ഞാൻ ഒരുപാട് ഇൻഫ്ലുവൻസർ ആയിട്ട് വർക്ക് ചെയ്തേക്കുന്നതാണ്. ഒരുപാട്, എസ്പെഷ്യലി എഡ്യൂക്കേഷൻ സെക്ടറിലുള്ളവരാണ്. അല്ലാത്തവരായിട്ടൊക്കെ ഞാൻ ചെയ്തത്. എനിക്ക് അതിനെ പലതരം ഗെയിമുകൾ അറിയാം. പക്ഷെ ഈ സെലിബ്രിറ്റി ഇങ്ങനെ ചെയ്യുന്നത് വിചാരിച്ചപ്പോ ആ കുട്ടിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ സോഷ്യൽ മീഡിയ നിങ്ങളെ മാനേജ് ചെയ്യുന്ന ആൾ ചെയ്തേക്കുന്നത്, നിങ്ങൾ അത് ചെയ്യരുത്. നിങ്ങൾ ഇത് റോങ് ആണ്. നിങ്ങൾ ഓർഗാനിക് വ്യൂസ് കിട്ടാൻ വേണ്ടി ബൂസ്റ്റ് ചെയ്യണം, എനിക്ക് ബൂസ്റ്റ് ചെയ്താൽ മതിയില്ലേ എന്ന് പറഞ്ഞപ്പോൾ ആളുടെ മിസ്റ്റേക്ക് ആൾക്ക് മനസ്സിലായി. ആളതിന്റെ ഫുൾ പൈസ എനിക്ക് തിരിച്ചു തന്നു. ആള് പറഞ്ഞു, സാറ് ഞാൻ ഫുൾ പൈസ തിരിച്ചു തരാം, ഞാൻ അതിന് ഇത്ര പൈസ ഞാൻ ബൂസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചിട്ട് തരാന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞത് തന്നു ആള്. അതും കൂടി ചെയ്തിട്ടോ. ഞാൻ പറഞ്ഞത് കുട്ടി നിങ്ങൾ ചെയ്യരുത്, ഇതിന് വേണ്ടിയല്ല ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഓർഗാനിക് വ്യൂസിന് വേണ്ടി നമ്മൾ ഇത്ര പൈസ തരണം. നമുക്കതിലും ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്ന പൈസ വെച്ച് ഞാൻ ബൂസ്റ്റ് ചെയ്താൽ നിങ്ങൾ ഇപ്പൊ തരുന്ന വ്യൂസിന്റെ 10 ടൈംസ് വ്യൂസ് എനിക്ക് ജനറേറ്റ്, അതല്ല എന്റെ ആവശ്യം. അപ്പൊ അത് നിങ്ങൾ സൂക്ഷിക്കണം. ഇൻഫ്ലുവൻസർ നല്ല എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എഡ്യൂക്കേറ്ററായിട്ട് ചെയ്യാം. മൈക്രോ ഇൻഫ്ലുവൻസർ ഉണ്ട് ഇഷ്ടം പോലെ, 5000 ഫോളോവർ, 16, നിങ്ങൾ അവരായിട്ട് ചെയ്താലും മതി. അല്ലാണ്ട് 1 മില്യൺ എന്ന് ചെയ്യുന്നതിൽ അങ്ങനത്തെ കുറെ പേരായിട്ട് ചെയ്യാം. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കണക്ട് ചെയ്ത്. ഇനി നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് ചെയ്യുമ്പോൾ അവരുടെ ഇൻസൈറ്റ് ചോദിക്കുക. അവരുടെ ഏത് തരം ഏജിലുള്ള ആൾക്കാരാണ് ഇത് കാണുന്നത്, ഏത് ലൊക്കേഷനിലുള്ളവരാണ് കൂടുതൽ കാണണേ. അപ്പൊ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് അതായിട്ട് മാച്ച് ആവണുണ്ടോ, ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ടാണ് ചെയ്യാണ്ട് വെറുതെ നിങ്ങൾ കുറച്ച് പൈസ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. ആ കാലഘട്ടമൊക്കെ പോയി. ക്ലിയർ ആയോ? കുറച്ചൊരു ഐഡിയ കിട്ടിയോ? എവരിബഡി ഈസ് ക്ലിയർ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. ഈ കുട്ടിയോട് സംസാരിച്ചപ്പം ആദ്യം സാറിന് അറിയാമായിരുന്നോ കുട്ടി ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത്? ഐ മീൻ ഇപ്പൊ സ്റ്റോറിയിൽ പറയുന്നപ്പോ യു വുഡ് കം ടു നോ അറ്റ് ദ എൻഡ്, ഓക്കെ. ബട്ട് അങ്ങനെ ഒരു ആള് അറിയാതെ അപ്രോച്ച് ചെയ്തെങ്കിൽ തന്നെ ഇതിനെ കണ്ടെത്താനുള്ള മാർഗം ഉണ്ടോ? ലൈക് ബൂസ്റ്റ്. ഡെഫിനറ്റ്ലി. ഓക്കെ, നല്ല ചോദ്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ഒരു വീഡിയോന്റെ ക്വാളിറ്റി അറിയണമെങ്കിൽ അതിന് എൻഗേജ്മെന്റും കമന്റും ഉണ്ടാവുന്നത്. ഇപ്പൊ ചില വീഡിയോസ് ഉണ്ടാവും 5 ലക്ഷം വ്യൂസ് ഉണ്ടാവും, പക്ഷെ ആകെ 100 പേരായിരിക്കും ലൈക്ക് ചെയ്തേക്കണം. അതിന്റെ അർത്ഥം അത് ബൂസ്റ്റഡ് ആണ്. അതാണ് കണ്ടെത്താനുള്ള പരിപാടി. ആ എൻഗേജ്മെന്റ് കാണുമ്പോൾ അറിയാം. അതാണ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ലൈക്ക്, കമന്റ്, ഷെയർ. ഒരു വീഡിയോ നല്ല ബൂസ്റ്റ് ചെയ്യാത്ത വീഡിയോ ആണ് എങ്ങനെ തിരിച്ചറിഞ്ഞു വെച്ചാൽ അതിന്റെ ലൈക്കും കമന്റും കാണുമ്പോൾ അറിയാം. നല്ല ചോദ്യം. ക്ലിയർ ആയോ? ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, യൂസിങ് ലോ ക്വാളിറ്റി ബാനർ. ഞാൻ ഓൾറെഡി നിങ്ങളുടെ പറഞ്ഞതാണ്. അത് പലതരത്തിലുള്ള ബാനറുകൾ മാറ്റി 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 ചെയ്തുകൊണ്ടിരുന്നാലാണ് നിങ്ങൾക്ക് ഇതിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടേതായ കോൺസെപ്റ്റുകൾ. ഞാൻ ബാനറിന്റെ കേസ് ഒന്നും കൂടി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു ഓൾറെഡി. നമ്മുടെ ബാനറുകളായി നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ ഒരു ബാനർ, നിങ്ങൾ എല്ലാ കാര്യം കൂടി ഒരു ബാനർ കൊണ്ടിടാൻ നോക്കുകയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അവരെല്ലാം റീടച്ച് ചെയ്ത്, പക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. നിങ്ങളുടെ ഏറ്റവും, അതിനെയാണ് പറയുന്ന കീവേഡ് എന്ന് പറയും. ഗൂഗിളിലെ പോലെ ആഡിനും കീവേഡ് ഉണ്ട്. ആ കീവേഡിനായിരിക്കണം 75% ഫോക്കസ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞ അബാക്കസിന്റെ ട്രെയിനിങ് ആണ്. അതിൽ എഴുതേണ്ടത് അബാക്കസ് ട്രെയിനിങ് എന്നായിരിക്കണം 75%. അതിന്റെ ബെനിഫിറ്റ് ചെറുതായിട്ട് എഴുതിക്കോ. ആ ബാനർ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും അബാക്കസ് ട്രെയിനിങ്. അവർക്കറിയാം ഇത് അബാക്കസ് ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ക്ലിയർ? ഒരു മെസ്സേജ് ക്ലിയർ ആണ്. ഇനി അവരെ ഒന്നും കൂടി അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ട് വേണമെങ്കിൽ 30% ഓഫർ, ഡിസ്കൗണ്ട്. അപ്പൊ അത് ഇത്തിരി കൂടി അട്രാക്ട് ചെയ്യും വേണമെങ്കിൽ. അപ്പൊ അത് രണ്ടും കൂടി മാച്ച് ആവും.
അല്ലാണ്ട് അവിടെ അബാക്കസ് ട്രെയിനിങ് അതിന്റെ ബെനിഫിറ്റ് ഇതാണ്, അതിന്റെ ഫീച്ചറുകൾ ഇതാണ്, നമുക്ക് ഇന്ന സ്ഥലത്ത് ബ്രാഞ്ചുകളുണ്ട്, ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ അവനാകെ എന്നിട്ട് പറയാ അവൻ ആ ബാനറിലേക്ക് അട്രാക്ഷൻ പോലെ അവൻ അടുത്തടുത്ത ബാനറിലേക്ക് പോകും. Okay. അതാണ് കീവേഡുകൾ എന്ന് പറയുന്നത്, കീവേഡ്സ്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ പല ബാനറുകൾ ഇട്ട് ട്രൈ ചെയ്യാം. നിങ്ങൾ എ എന്ന് പറയുന്ന ബാനർ ഇട്ട് ചെയ്തു, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കോസ്റ്റ് പെർ ലീഡ് 50 രൂപയാണ്. നിങ്ങൾ അത് വെച്ച് അവിടെ വെച്ച് സാറ്റിസ്ഫൈ ആവരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേ മെസ്സേജുകൾ വെച്ചിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കുക. നിങ്ങളൊരു വീഡിയോയിൽ ഇപ്പം ഞാൻ എൻ്റെ ചില വീഡിയോകൾ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ തന്നെ ഒരു വീഡിയോനെ കണ്ടിട്ട് എഡ്യൂക്കേറ്റേഴ്സ് ആണോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓണേഴ്സ് ആണോ, നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഞാനത് ഒരു സെക്കൻഡ് കൊണ്ട് എഴുതി ഉണ്ടാക്കുന്നതാണോ? ഇത് അതാണ് എനിക്ക് എനിക്കിങ്ങനത്തെ ഈ കണ്ടന്റുകൾ സ്ക്രിപ്റ്റുകൾ എഴുതാനുള്ള ഒരു സ്കില്ലുണ്ട് എനിക്ക്. ഞാൻ ഈ മാർക്കറ്റിംഗ് എന്തുകൊണ്ട് ഞാൻ ആദ്യം ഇങ്ങോട്ട് പറഞ്ഞു, ഞാനൊരു ഡെവലപ്പർ ആയിരുന്നു, പക്ക പ്രോഗ്രാമറാണ്. അപ്പൊ ഞാനൊരു മാർക്കറ്റിംഗ് ചെറുതായിട്ട് ചെയ്തപ്പോൾ എനിക്ക് മാർക്കറ്റിംഗ് എവിടെ ഇഷ്ടപ്പെട്ടു തുടങ്ങി, എന്താണെന്നറിയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ഒരു ഏരിയ മാർക്കറ്റിംഗ് ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതിനുശേഷമാണ് ഞാൻ മാർക്കറ്റിംഗിൽ 100% ഫോക്കസ് കൊടുത്തത്. പ്രോഗ്രാമിംഗ് കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴും അറിയാം, പക്ഷെ എന്റെ 95% ഫോക്കസ് ഞാൻ ഇതിലേക്ക് കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ പഠിച്ച് അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആ സ്കില്ല് തിരിച്ചറിയണം. ഇതൊരു മോട്ടിവേഷൻ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഒരു മോട്ടിവേഷൻ ആണ്. നിങ്ങളുടെ സ്കില്ല് തിരിച്ചറിഞ്ഞാൽ പിന്നെ നിങ്ങൾ മിന്നിച്ചോളത്. അപ്പൊ എനിക്ക് സ്ക്രിപ്റ്റുകൾ ഇപ്പൊ എന്റെ സ്വന്തം ചേട്ടൻ സിനിമ സ്ക്രിപ്റ്റ് എഴുതി പ്രൊഡ്യൂസ് ചെയ്ത് സംവിധാനം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ഫാദറിനായാലും ഒരു കലയോടൊക്കെ എനിക്കും അത് എവിടെയോ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കാണുന്ന സ്ക്രിപ്റ്റ് എഡ്യൂക്കേറ്റർ ആണോ, ഒരു സെക്കൻഡ് കൊണ്ട് ഉണ്ടായതല്ല. ഞാനത് രാത്രികൾ ചിലപ്പോൾ ചിന്തിച്ച് ഞാൻ എന്തൊക്കെയായിരുന്നു എന്നൊരു ബുക്കിൽ ആദ്യം എഴുതും. എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ എഴുതുമ്പോൾ നമുക്കറിയാം, ആദ്യം ഫസ്റ്റ് എഴുത്തിൽ നിന്ന് അറിയാൻ പറ്റും, അവിടെ ഇവിടെ നമ്മൾ പിന്നെ വായിച്ചു നോക്കുമ്പോൾ കറക്റ്റ് ടേമുകൾ കിട്ടില്ല. സെക്കൻഡ് എഴുത്തിൽ നമ്മൾ അതിനെ ഒന്നും കൂടി മോൾഡ് ചെയ്തെടുക്കും. നല്ല നല്ല ടേമുകൾ ഒരു ഫ്ലോ കൊണ്ടുവരും. നിങ്ങളായാലും എൻ്റെ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും, ഞാൻ നല്ല ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. കാരണം ഞാനത് എന്നാ ഞാനിപ്പോ തന്നെ ഷൂട്ട് ചെയ്യാം ദാനാന്നും പറഞ്ഞിട്ട് വന്ന സാധനം അല്ലത്. നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. അത് എഴുതി അത് കൃത്യമായി പറഞ്ഞ് 1-2 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് അതിൽ നിന്നാണ് ആ സാധനം ഔട്ട് വരുന്നത്. സിനിമ എങ്ങനെയാണോ, സിനിമയിൽ ആദ്യം സിനിമ ഉണ്ടാക്കണം, ആദ്യം സ്ക്രിപ്റ്റ് എഴുതാണ്. സ്ക്രിപ്റ്റ് എഴുതി പിന്നെ അവര് അഭിനയിക്കുന്നവർ അതിനെ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ പ്രാക്ടീസ് എന്നിട്ടാണ് ആ സാധനം പ്രസന്റ്. അത് തന്നെയാണ് ഇവിടെ പ്രോസസ്സ്. അപ്പോഴാണ് നിങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ വിചാരിച്ചിരിക്കണേ എന്നാ ശരി ഞാനെന്നാ പറഞ്ഞ വന്നേക്കണ സാധനം അല്ല ഒരു സാധനം. അതിന് പിറകും ചെറിയൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളായാലപ്പോ അത് എഴുതുന്നത് നിങ്ങൾ മോശമല്ല, അങ്ങനെയാണ് എഴുതേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പ്രിപ്പയർ ചെയ്യുക, ബുക്കിൽ എഴുതാം, ആദ്യം ഒരു തീം എഴുതാം, അതിന്റെ നല്ല ലാംഗ്വേജിലേക്ക് ആക്കാം, പിന്നെ അതിൽ മാക്സിമം കട്ട് ചെയ്യാം, ആൾക്കാർക്ക് ആവശ്യമുള്ളത് മാത്രം കൊടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളായാലും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. പുതിയ അപ്പൊ ഒരു ബാനർ ഉണ്ടാക്കി അതിന്റെ റിസൾട്ട് നോക്കാം, അടുത്ത ബാനർ ഉണ്ടാക്കി അപ്പൊ ഏതാ നല്ലത് നോക്കാം, മനസ്സിൽ ഇത് വർക്കൗട്ട് ആവണ്ടല്ലോ, ഇതാണല്ലോ കോൺസെപ്റ്റ് കിട്ടുന്നുണ്ടല്ലോ. വീഡിയോ ഉണ്ടാക്കുക, അതും ട്രൈ ചെയ്യുക. പലതും ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യും, ഓക്കെ ദിസ് ഈസ് വർക്കിംഗ്. ഞാൻ ഇപ്പോഴും എൻ്റെ വേറൊരു ആഡ് ഉണ്ട്, എനിക്ക് തോന്നുന്നു ഞാൻ ലോക്ക്ഡൌണിൽ ഉപയോഗിച്ച ഒരു ആഡാ. എനിക്ക് ആഡിന് റിസൾട്ട് ഇപ്പോൾ ഉള്ളതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആഡ് ഓൺ ചെയ്യുമ്പോൾ മറ്റേനേക്കാൾ എല്ലാത്തിനേക്കാളും ആ ആഡിന്റെ റിസൾട്ട് തന്നെ. ആ ഏത് ആഡിൽ നിന്നാണോ നിങ്ങൾക്ക് റിസൾട്ട് വന്ന് അതിന് നിങ്ങൾ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയാൽ മതി. നിങ്ങൾക്ക് പിന്നെ റിസൾട്ടും കാര്യങ്ങളും ഡെഫിനറ്റ് ആയിട്ട് വരും. ബഡ്ജറ്റിംഗ് ഫാക്ട്, ഇതാണ് ഇതിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു സംഭവം. ഇത് എൻ്റെ അടുത്ത് പല എഡ്യൂക്കേറ്റേഴ്സും ഞങ്ങൾ ഫേസ് ചെയ്തേക്കുന്നതാണ്. നിങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ടാവാം. ഫേസ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ എല്ലാവരും അതിനോട് പറയണം. ഞാനത് ഫേസ്ബുക്കിൽ കണ്ടേക്കണത് പുറത്തായിട്ട്, ഗൂഗിളിൽ ഞാനത് അത്ര കണ്ടിട്ടില്ല. ഫേസ്ബുക്കിൽ നമ്മളിപ്പോൾ ഒരു 1000 രൂപ മുടക്കിപ്പോ ചിലപ്പോൾ നമുക്കൊരു 20 എൻക്വയറി വന്നു. ഫേസ്ബുക്കിൽ 1000 രൂപ മുടക്കിപ്പോ 20 എൻക്വയറി വന്നു. ഒരു എൻക്വയറിക്ക് 50 രൂപയായി. നമ്മൾ 1000 എന്നുള്ളത് 2000 മുടക്കുമ്പോൾ
50 100 എൻക്വയറി ആവാറില്ല. നിങ്ങൾ ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? യെസ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ? ഇത് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ക്രിയേറ്റീവ്, അത് നിങ്ങൾ ബഡ്ജറ്റ് കൂട്ടുന്നത് മണ്ടത്തരാണ് ശരിക്കും. അത് നിങ്ങളൊരു മണ്ടത്തരമാണ് ബഡ്ജറ്റ് കൂട്ടുന്നത്. അപ്പൊ ഒരു ആഡിൽ നിങ്ങൾ ഒരു എമൗണ്ട് വെച്ച് സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ആഡ് ക്രിയേറ്റ് ചെയ്യുക. ക്ലിയർ? അങ്ങനെ മൾട്ടിപ്പിൾ ആഡുകൾ റൺ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാ മേഖലയിൽ നിന്ന് ഒരുപാട് കിട്ടി വരും. അതാണ് നിങ്ങൾ അവിടെ ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജി. ഇപ്പൊ ഞാൻ ആദ്യം ചെയ്യാറുണ്ടായിരുന്ന 500 മുടക്കി, പിന്നെ 1000 മുടക്കി, പിന്നെ 2000 മുടക്കുമ്പോൾ ഈ 1000ന്റെ റിസൾട്ടിനേക്കാൾ കുറച്ചുകൂടി വന്നു. 1000 രൂപ മുടക്കിയപ്പോൾ നമ്മുടെ കോസ്റ്റ് പെർ എൻക്വയറി 50 ആണെങ്കിൽ 2000 രൂപ മുടക്കുമ്പോൾ കോസ്റ്റ് പെർ എൻക്വയറി 100 രൂപയാണ്. അപ്പൊ എനിക്ക് അതുകൊണ്ട് വലിയ വ്യത്യാസം തോന്നില്ല. അപ്പൊ എവിടെയാണ് ബെഞ്ച് മാർക്ക് നിർത്തേണ്ടത്, നിങ്ങൾ ചെറുതായിട്ട് കൂട്ടി ഒരു ലെവൽ വിട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ ആ ബഡ്ജറ്റ് വെച്ചത് ഫിക്സ് ചെയ്ത് വെക്കുക. അത് നിങ്ങൾ അടുത്ത ബാനർ, അടുത്ത ക്രിയേറ്റീവിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് അടുത്തതിൽ വേറെ ജനറേറ്റ് ചെയ്യാൻ നോക്കാം. ക്ലിയർ? ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളും സേവ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്വാളിറ്റി ഡാറ്റ കിട്ടും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഏകദേശം. ഞാൻ നിങ്ങൾക്കിനി നിങ്ങൾ ക്യാമ്പയിനിൽ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും ക്യാമ്പയിനിൽ ചെയ്യുന്നുണ്ടാവുന്നതായിരിക്കും. നിങ്ങൾ ഓക്കെ, ചോദിച്ചോളൂ. സർ, ഞാൻ മറ്റൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്, ഇപ്പോൾ ആ. വലിയൊരു ശതമാനം ആഡ്സും ആ കുട്ടികളെ നമ്മൾ വിളിച്ചു നോക്കുമ്പോൾ അവർ തന്നെ അറിയുന്നുണ്ടാവില്ല. സർ, നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് വിളിക്കുന്നതെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലിക്ക് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് വിളിക്കുന്നതെന്ന് പറയുമ്പോൾ ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും അത് എന്താണെന്നേ അറിയുന്നില്ല. സോ നമുക്ക് പിന്നെ കൺഫ്യൂസിങ് നമ്മൾ ചെയ്യുന്നത് എവിടെയാണ് ഈ പൈസ പോകുന്നത്, എന്താ പറ്റുന്നത്? ഗുഡ് ചോദ്യം. ഞാൻ എഡ്യൂക്കേറ്റേഴ്സിനെ ക്യാമ്പയിൻ ചെയ്തു. എനിക്ക് അങ്ങനത്തെ ഒരു കോൾ പോലും കിട്ടിയിട്ടില്ല. എഡ്യൂക്കേറ്റേഴ്സിന് 100 ഡാറ്റ എടുത്തു, 100 ചിലപ്പോൾ ഒരാൾ ഫോൺ എടുത്തില്ലെങ്കിലുള്ളൂ. എൻ്റെ അടുത്ത് ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഒന്നും ഇതേവരെ വന്നിട്ടില്ല. അതാണ് ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് ചെയ്യണം. നിങ്ങൾ ഇപ്പൊ മിക്കവരും ചെയ്യണമെന്ന് പറയുമ്പോൾ അതാണ് നിങ്ങളുടെ ഫോക്കസ് ഡേറ്റ കൂടുതൽ കിട്ടാൻ വേണ്ടി ആയിരിക്കരുത്. ഡേറ്റയല്ല നിങ്ങൾക്ക് വേണ്ട, ക്വാളിറ്റി ഡേറ്റ വേണ്ടേ. ക്വാളിറ്റി ഡേറ്റ എന്ന് പറയുമ്പോൾ കസ്റ്റമർ ചില കാര്യങ്ങൾ എൻ്റർ ചെയ്യിപ്പിക്കണം. ചിലപ്പോൾ അവരോട് പ്ലീസ് എൻ്റർ യുവർ ഫോൺ നമ്പർ, ആ എൻ്റർ ചെയ്യണം. അപ്പൊ ചിലതുണ്ട് വെറുതെ പ്രീഫിൽഡ് ആയിട്ട് ഇരിക്കണേ. ചില ക്യാമ്പയിൻ ഞാൻ കണ്ടിട്ടുണ്ട്, ആഡുമ്പോൾ ക്ലിക്ക് ചെയ്യണു, ഫോൺ നമ്പർ ഇമെയിൽ പ്രീഫിൽഡ് ആണ്, സബ്മിറ്റഡ് ആണ്. അവന് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, അവൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പറഞ്ഞ് സബ്മിറ്റ് അടിച്ച് പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ അവർ വിളിക്കുമ്പോൾ നിങ്ങൾ അയ്യോ ഞാൻ നടത്തിയിട്ടില്ലല്ലോ എന്ന് പറയുന്നത്. പക്ഷെ അതിന് പകരം നിങ്ങളുടെ ആഡ് നിങ്ങൾ തന്നെ, ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് ചെയ്യണം. അതുപോലെ തന്നെ ആഡിൽ തന്നെ അവരുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യിപ്പിക്കാനുള്ളത്, സിറ്റി എൻ്റർ ചെയ്യിപ്പിക്കാനുള്ളത്, അവരുടെ പ്രൊഫഷൻ എൻ്റർ ചെയ്യിപ്പിക്കുക, ചില കാര്യങ്ങൾ അവരെ കൊണ്ട് എൻ്റർ ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് ഓർമ്മയുണ്ടാവും. അതാണ് ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ കൂടുതൽ ഡേറ്റയുടെ പുറകെ പോകുമ്പോഴാണ് ആ പ്രശ്നം പറയുന്നത്. ഞാനത് കാണിച്ചു തരാം. നല്ല ചോദ്യം, ഞാൻ അത് പറയാൻ തന്നെ ഇരുന്നതാണ്. നിങ്ങളായാലും നമ്മുടെ ആഡുമ്പോ കണ്ടിട്ടുണ്ടോ? പിന്നെ ഇവിടെ കൃത്യം കണ്ട് ഇതൊക്കെ നിങ്ങൾ ആ ഡീറ്റെയിൽ ടാർഗറ്റ് ഇവിടെ കൃത്യമായിട്ട് കൊടുക്കണം. ആരെയാണ്, അവരുടെ പ്രൊഫൈല്, ജോബ്, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കണം. അപ്പോഴാണ് അത് കുറച്ചും കൂടി നിങ്ങൾക്ക് ആക്യുറസി കിട്ടുള്ളൂ കേട്ടോ. എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി, വൈസ് പ്രിൻസിപ്പൽ, ഡയറക്ടർമാർ, ഓണർമാർ എന്നുള്ള സാധനം.
നിങ്ങൾ ഫോംസ് ചെയ്യുമ്പോൾ കണ്ട, അത് ഇവിടെ തന്നെ ഈ ഫസ്റ്റ് ഫോം ഉണ്ടല്ലോ, ഇത് നിങ്ങൾ ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി കൊടുക്കണം. പ്രൊവൈഡ് യുവർ വാട്സപ്പ് നമ്പർ. വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്യേണ്ട അടുത്തേക്ക് പോകാൻ പറ്റില്ല. ബാക്കി ഇവിടെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ മിക്കവാറും കണ്ടെക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആഡുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഫോം ഫില്ലായി വരും. അതിൽ ഓൾറെഡി പേര്, ഫോൺ നമ്പർ, ചില ആഡ് കണ്ടിട്ടുണ്ട്. ഇമെയില്, പേര്, ഇമെയിൽ, ഫോൺ നമ്പർ, അത്ര ഉള്ളത് പ്രീഫിൽഡ് ആണ്. സബ്മിറ്റ് കഴിഞ്ഞ് പരിപാടി. അതാണ് ഈ ലോ ക്വാളിറ്റി ഡാറ്റ വരുന്നത്. നിങ്ങളുടെ പർപ്പസ് എന്ന് പറയുന്നത് ഡാറ്റ ഒരുപാട് എടുക്കാന്നുള്ളതല്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ മാറുന്നത് എല്ലാവർക്കും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്. നിങ്ങളൊരു ഏജൻസിക്ക് കൊടുക്കുമ്പോൾ പറയും, എനിക്ക് കുറെ ഡാറ്റ കിട്ടണം കേട്ടോ. ഇത്ര എൻ്റെ അടുത്ത് എത്ര പേരെ വിളിച്ചേക്കണേ, സാറേ ഞാനിപ്പോ ഒരു ഏജൻസിക്ക് കൊടുക്കുന്നുണ്ട്, അപ്പൊ എനിക്കിപ്പോ ഒരു എൻക്വയറി കോസ്റ്റ് 25 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്, സാറിന് അത് 20 രൂപയ്ക്ക് ആക്കി തരാമെന്ന് ചോദിക്കും. ഞാൻ പറയും പറ്റില്ല മോനെ, ഓക്കെ ശരി എന്ന് പറയും. അത് ആ പോയിന്റ് തന്നെ തെറ്റാ. നമുക്ക് എൻക്വയറി എന്നല്ല, നമുക്ക് ഹൈ ക്വാളിറ്റി എൻക്വയറി അഡ്മിഷന് വേണ്ടേ. അഡ്മിഷൻ വരണമെങ്കിൽ ക്വാളിറ്റി എൻക്വയറി വേണം. അപ്പൊ ഇവിടെ തന്നെ എന്റെ ഈ സാധനം ഫില്ല് ചെയ്യണമെങ്കിൽ ആദ്യം അവർ വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്യണം. വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്യാണ്ട് വെറുതെ സബ്മിറ്റ് അടിച്ചെങ്കിൽ സബ്മിറ്റ് ആവില്ല. അപ്പൊ തന്നെ പറയും പ്ലീസ് സെൻഡർ. അപ്പൊ തന്നെ അവർക്ക് ഒരു മാനുവൽ എൻട്രി വന്നു. അപ്പൊ അവന് കുറച്ചൊരു ഓർമ്മ വരും. അതാണ് മാനുവൽ എൻട്രി. അത് കഴിഞ്ഞ് അടുത്ത് നോക്കിയേ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ കോളേജ് നെയിം അത് എൻ്റർ ചെയ്യണം. ചിലവര് ഇത് എൻ്റർ ചെയ്യാണ്ട് സബ്മിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ സബ്മിറ്റ് ആവില്ല. ഇനി അങ്ങനെ താല്പര്യമില്ലാത്തവരെ എക്സിറ്റ് അടിച്ച് പോകട്ടെ. ഇതിവിടെ എൻ്റർ ചെയ്യണം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി നമ്മൾ ഇവിടെ ഒരു കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം എൻ്റർ ചെയ്യാൻ പറഞ്ഞാൽ അവൻ വെറുതെ ഏന്ന് എൻ്റർ ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ വന്നത്. അപ്പൊ തന്നെ അറിയാം അവന് താല്പര്യമില്ലാത്തവനാണ്, അവൻ ജെനുവിൻ അല്ല. എന്നാൽ ഡേറ്റ കാണുമ്പോൾ തന്നെ അറിയാം. അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഡീറ്റെയിൽസ് വാങ്ങണത്. ക്ലിയർ ആയോ? അതാണ് ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. അബ്ബാസെ ക്ലിയർ ആണോ? സർ ക്ലിയർ ആണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ അതാ നിങ്ങൾ വെറുതെ എന്നിട്ടാ പറയാ, വോളിയത്തുമ്പോ നോക്കരുത്, ക്വാളിറ്റിയുടെ പുറകെ. ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടാവും. ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബിസിനസ് ഉണ്ടാവും. എന്റെ പഠിത്തം ഞാൻ അടുത്ത വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞല്ലോ, ഈ മോർണിംഗ് ബാച്ച് ഇപ്പൊ തന്നെ 9 പേരെ രജിസ്റ്റർ ചെയ്തേക്കണം. ഇനി സമയം കിടക്കാണത്. കാരണം മോർണിംഗ് ടൈം ആയതുകൊണ്ടും എല്ലാം കണ്ടു നേരത്തെ കാര്യം. നേരത്തെ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ കുറച്ച് പേര്, നിങ്ങൾ കുറെ പേര് ചോദിച്ചു. അടുത്തായി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ആൾക്കാർക്ക് ഒരു ട്രസ്റ്റ് വന്നു, ഒക്കെ ചെയ്തിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അതിനെ ഡെവലപ്പ് ചെയ്ത് പോകണം. അത് നിങ്ങൾ തുടക്കം ചെയ്യുമ്പോൾ ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവില്ല. പക്ഷെ അതിൽ നിങ്ങൾ ചെയ്യുക, നല്ല രീതിയിൽ അതിനെ മാർക്കറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഹാപ്പി ആക്കാൻ നോക്കാം. പിന്നെ അത് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഡെലിവർ ചെയ്യുക, പറയുന്നത് കൊടുക്കുക, പറയുന്ന കാര്യത്തിന് ഒരു ക്ലാരിറ്റി വരാം. ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അടുത്തടുത്ത ലെവലിലേക്ക് പോകും. അതാണ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പഠിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഒരു വർക്ക്ഷോപ്പ്, ഞാൻ ഫ്രീ വർക്ക്ഷോപ്പുകൾ എടുക്കാറുണ്ട് എഡ്യൂക്കേറ്റേഴ്സിന് വേണ്ടിയിട്ട്. ഒരുപാട് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലെ ക്ലയന്റുകൾ കിട്ടുന്നത്. പക്ഷെ ഞാൻ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ഇതുപോലെ ഒരു കണ്ടിന്യൂസ് ക്ലാസ് എടുക്കുന്നത് ആദ്യമായിട്ടാണ്. ഫസ്റ്റ് ബാച്ച് നിങ്ങളാണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഞാൻ ആദ്യം ബാച്ച് എടുത്തു, അനൗൺസ് കുറെ കാര്യങ്ങൾ പഠിച്ചു. അതിൽ നിന്നാണ് ഞാൻ അടുത്തതിലേക്ക് കൊണ്ടുപോകണത്. എനിക്ക് മനസ്സിലായി ഈ ടൈമിങ്ങിന്റെ ഒരു പ്രശ്നമുണ്ട്. അതാണ് ഞാൻ മോർണിംഗ് 7:30 to 8:30 ആക്കിയത്. അപ്പൊ മിക്കവർക്ക് അറ്റൻഡ് ചെയ്യാം. ഞാൻ വൈകിട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ബിസിനസ് നടത്തുന്നവരായിരിക്കാം. രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ എപ്പോഴും വൈകിട്ട് എത്ര പറയാൻ പോലെ പലർക്കും ഉണ്ടാവും. പക്ഷെ രാവിലെ എല്ലാവരും വീട്ടിലുണ്ടാവും. അത് അറ്റൻഡ് ചെയ്തിട്ട് പോവാം. അങ്ങനെ ചില ആൾക്കാർ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇട്ട് രാവിലെ എടുക്കാമോ, അവരുടെ ഫീഡ്ബാക്കിൽ എന്ന് പറഞ്ഞാൽ രാവിലെ ടൈം വിട്ട 7:30 to 8:30. ഞാൻ 7:30 to 9:30 എടുക്കാണ്ടിരുന്നത് 2 മണിക്കൂർ ചിലപ്പോൾ അവർക്ക് ഇരിക്കാൻ പറ്റില്ല. ഒരു ദിവസം 10 days അടുപ്പിച്ചിട്ട് അവരിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എടുത്തു ഞാൻ. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് തുടക്കം ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ ഞാനൊരു സാധനം ചാർട്ട് കാണിച്ചു തന്നെ. നിങ്ങൾക്ക് വെബ്സൈറ്റ് അല്ലെങ്കിൽ CRM, അതേപോലെ തന്നെ സെയിൽസ് ടീമിനെ മാനേജ് ചെയ്യണം. ഇവരുടെയൊക്കെ ഇൻപുട്ടുകൾ എടുത്ത് എല്ലാ മേഖലയിലും ഒപ്റ്റിമൈസ് ചെയ്യാനും അടുത്ത ലെവലിൽ കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് വേണം. കസ്റ്റമറിന്റെ ഫീഡ്ബാക്കുകൾ എടുക്കണം. അതനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജീസിൽ മാറ്റം വരുത്തണം. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ മാറ്റം. ഇങ്ങനത്തെ റൊട്ടേഷനാണ്.
എൻ്റെ അടുത്ത് ടൈം ചോദിച്ചു, ഇന്ന ടൈം മോർണിംഗ്. കുറെ പേര് മോർണിംഗ് താല്പര്യം കാണിച്ചു, അതുകൊണ്ടാണ് മോർണിംഗ്. അപ്പൊ അവരുടെ ഫീഡ്ബാക്ക് ഞാനത് കൺസിഡർ ചെയ്തു. അപ്പൊ അതനുസരിച്ച് അപ്പൊ ഒരുപാട് പേര് നമ്മൾ അവർക്ക് കൺവീനിയന്റ് ആയി. ക്ലിയർ ആയോ? അപ്പൊ അതുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വെറുതെ ചെയ്തു, ഞാൻ ആഡ് ഇട്ടുള്ള ആ കാലഘട്ടമൊക്കെ പോയി. നിങ്ങൾ ഇരുന്ന് ഒബ്സർവ് ചെയ്യുക, അനലൈസ് ചെയ്യുക, കറക്റ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്യുക, വീണ്ടും എക്സ്പെരിമെന്റ് നടത്താം. എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടേയിരിക്കുക. അല്ലാണ്ട് ഒരു സാധനം ഫിക്സഡ് ആക്കി വെച്ച് ഞാനോട് വെറുതെ ഇരുന്ന ആ കാലഘട്ടം പോയി. ഓക്കെ, ഞാൻ ഇതിൽ ഒരു ഡീറ്റെയിൽ ഡൗട്ട് ഉണ്ടായിരുന്നു. ചോദിക്കും പ്ലീസ്. സാർ, നമ്മൾ ഈ മെറ്റാഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്പെസിഫിക് പ്ലാറ്റ്ഫോം മാത്രമായിട്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതായത് പിന്നെ എനിക്ക് ഫേസ്ബുക്കിലേക്ക് വേണ്ട, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമായിട്ട് പിന്നെ കൺവേർട്ട് ചെയ്യുന്നത്, പിന്നെ അത് പിന്നെ പിന്നെ എങ്ങനെയാണ്? ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾ ശരിക്കും നിങ്ങളെല്ലാവരും ഒരു കോഴ്സ് ചെയ്യണം. ഇവിടെ ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗിൽ ഇവിടെ കണ്ട പ്ലേസ്മെന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്തിട്ട് ഇവിടെ മാനുവൽ പ്ലേസ്മെന്റ് ഉണ്ട്. മാനുവൽ പ്ലേസ്മെന്റിൽ കണ്ടോ, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ആഡ് വരണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം മാത്രം സെലക്ട് ചെയ്താൽ മതി. ഫേസ്ബുക്കിൽ മാത്രം ആഡ് വരണമെങ്കിൽ ഫേസ്ബുക്ക് മാത്രം സെലക്ട് ചെയ്താൽ മതി. ഓഡിയൻസ് നെറ്റ്വർക്കിലും അതിൽ തന്നെ ഇഷ്ടം ഫീഡ്സിൽ മാത്രം വരാം, പ്രൊഫൈലിൽ മാത്രം വരാം, ഇൻസ്റ്റാഗ്രാം ഫീഡ്, അങ്ങനെ മാർക്കറ്റ് പ്ലേസിൽ മാത്രം കാണിക്കാം. അങ്ങനെ കാണിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ഓഡിയൻസിനെ പഠിക്കണം. അവിടെ മാത്രം നിങ്ങൾക്ക് ആഡ് കാണിക്കാം. അങ്ങനെ ചെയ്യേണ്ടത്. ചില ഇൻസ്റ്റാഗ്രാം ആഡുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം കാണിച്ചാൽ മതി. അപ്പൊ നല്ല ഭയങ്കര നിങ്ങളുടെ ബഡ്ജറ്റ് മൊത്തം അതിലേക്ക് പോകും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ എൻ്റെ അടുത്ത് 1-2 പേര് വിളിച്ചിട്ട് പറഞ്ഞു, ഓ ഫേസ്ബുക്ക് ആഡ് അത് 1 മണിക്കൂർ കൊണ്ട് പഠിച്ച് ചെയ്യുന്നത്. ഒരിക്കലും ഇല്ലത്. ഇത് നിങ്ങൾ അതുമാത്രം പഠിച്ച് എഫേർട്ട് ഇട്ട് പലത് എക്സ്പെരിമെന്റ് നടത്തിയാലാണ് നിങ്ങൾക്ക് അതിന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് നിങ്ങൾ കുഞ്ഞൊരു സാധനമായിട്ട് ചിലവ് ഇത്രയല്ലേ ഉള്ളൂ. ഒരു ബൂസ്റ്റ് ചെയ്യണ പോലെ അല്ല സാധനം. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആരത് ചോദിച്ചേ? പ്രജോഷം ക്ലിയർ ആണോ? ക്ലിയർ ആണ്, ക്ലിയർ. താങ്ക് യു. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഏരിയ. ഇനി ഇതേപോലെ തന്നെ ഇതിൽ വാട്സപ്പ് മാത്രം ക്യാമ്പയിൻ ചെയ്യാം, അതേപോലെ കോൾ ക്യാമ്പയിൻ ഉണ്ട്. അപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിമെന്റിൽ വാട്സപ്പിൽ നിന്ന് എനിക്ക് റിസൾട്ട് വന്നിട്ടില്ല. വാട്സപ്പ് ഞാൻ ചെയ്യാറുണ്ട്, വാട്സപ്പിൽ നിന്ന് എനിക്ക് റിസൾട്ട് വന്നിട്ടില്ല. വാട്സപ്പ് അവർ ജസ്റ്റ് ചെയ്തു പോകും. ചിലപ്പോൾ അവർ ഫോൺ വിളിച്ച് എടുക്കില്ല, ചിലപ്പോൾ അവർക്ക് വാട്സപ്പിൽ മാത്രം പിന്നെ റെസ്പോണ്ട് ചെയ്യാറില്ല. എൻ്റെ പേഴ്സണൽ ഇതിൽ ലീഡ് ജനറേഷൻ ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് ചെയ്തപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് വന്നിരിക്കുന്നത്. അത് നല്ല രീതിയിൽ നമ്മൾ കറക്റ്റ് ഇൻഫോർമേഷൻസ് കൊടുത്ത്. ഇനി നമുക്ക് ഇതിൽ തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. എനിക്കറിയില്ല, നിങ്ങൾ തന്നെ എന്നെ പലരും എന്നെ അത് ക്യാമ്പയിൻ ചെയ്തിട്ട് വിളിച്ചവരുണ്ട്. അതായത് ഇതിൽ ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ട, ഇതിൽ നമ്മൾ ഏറ്റവും സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ചിലവരുണ്ട് താങ്ക് യു ആർ സെറ്റ് എന്ന് മാത്രമേ കാണിച്ചിട്ടുണ്ടാവുള്ളൂ. ഇവിടെ നിങ്ങൾ ക്ലിയർ ആയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ ബുക്ക് ഉണ്ട്, ഫോൺ ചെയ്യാം, ബുക്ക് യുവർ സീറ്റ്. അവൻ ഇങ്ങനെ കോൾ വരാറുണ്ട്. ഇങ്ങനെ കോൾ വന്നു നോക്കി, അവൻ സീരിയസ് ആണ്, അവൻ ഇങ്ങോട്ട് വിളിക്കാണ്, എൻക്വയറി നടത്തി പ്ലസ് അവൻ വിളിക്കുക ചെയ്യാണ്. ഇതൊന്നും ചിലവർ ചെയ്യില്ല, എന്തോ ചെയ്തിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ പലതരം ക്യാമ്പയിൻ ചെയ്ത് പലതിന്റെ പല കാര്യങ്ങളും ഫീഡ്ബാക്കുകൾ എടുത്തു വേണം നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ. ഒരു കാര്യത്തിന് ക്ലാരിറ്റിയോട് കൂടി വേണം ചെയ്യാൻ. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാധനം. ഇവിടെ ഇനി ഞാനിത് എന്തുകൊണ്ടാണ് ഈ ആഡിൽ മലയാളത്തിൽ കാണിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് മലയാളി ഓഡിയൻസിനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കുറച്ച് മലയാളം തുടക്കം കാണിച്ച്. ഇതുണ്ടോ, മലയാളി ഓഡിയൻസിനെ കാണിച്ചതുകൊണ്ടാണ്. നമ്മളിവിടെ വലിയ ഇംഗ്ലീഷ് സ്റ്റൈല് കാണിക്കേണ്ട സാധനമല്ലത്. ഞാൻ ഇംഗ്ലീഷിൽ വർക്ക്ഷോപ്പ് എടുക്കുന്നത്, ഇംഗ്ലീഷിൽ എഡ്യൂക്കേറ്റേഴ്സ് ഓൾ ഇന്ത്യ ഞാൻ സെഷൻസ് എടുക്കുന്നതാണ്. അപ്പൊ അത് ഇംഗ്ലീഷിൽ മാത്രമാണ് കാണുന്നത്. ഇത് സെയിം തന്നെ ഇംഗ്ലീഷിൽ കാണിക്കാറുണ്ട്. നമ്മൾ മലയാളീസിനാണ്. അപ്പൊ അതിന് നിങ്ങളുടെ എടുക്കുമ്പോൾ തന്നെ അതിന് ക്ലാരിറ്റി വേണം. ഇനി എന്നോട് പറഞ്ഞു ആരോ, നിങ്ങൾ UAE ടാർഗറ്റ് ചെയ്യുന്നത്. UAE ടാർഗറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ലാംഗ്വേജ് മലയാളം കൊടുക്കാറുണ്ടോ?
ഇല്ല സർ, ഞാൻ ഓൾ ലാംഗ്വേജ് കൊടുക്കാറ്. അത് തന്നെ, അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഞാൻ തന്നെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് കേരളത്തിൽ നിങ്ങൾ എന്താ അതിന്റെ സംഭവം എന്ന് വെച്ചാല്, കേരളത്തിന് വേണ്ടി ഒരു ക്യാമ്പയിൻ ചെയ്യണം, ഗൾഫിന് വേണ്ടി വേറെ ക്യാമ്പയിൻ ചെയ്യണം. ഗൾഫിന് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ലാംഗ്വേജ് മലയാളം കൊടുത്താലാണ് മലയാളി ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നുള്ള ബാക്കി ഓഡിയൻസ് വെറുതെ കണ്ട് പൈസ വേസ്റ്റ് ചെയ്യുക അവർ ചെയ്യില്ല. അപ്പൊ ചില മലയാളി ഓഡിയൻസ് നിങ്ങൾ മിസ്സാവാം, ഒരു ലാംഗ്വേജ് സെറ്റ് ചെയ്യാത്ത മലയാളി ഓഡിയൻസ് മിസ്സാവാം, മിസ്സായിക്കോട്ടെ, പക്ഷെ വരുന്നതിന് ക്വാളിറ്റി ഉണ്ടാവും. ഇപ്പൊ ലാംഗ്വേജ് നിങ്ങൾ സെറ്റ് ചെയ്യണം, അത് മലയാളം കൊടുക്കണം. കേരളത്തിൽ ചെയ്യുമ്പോൾ ഓൾ ലാംഗ്വേജസ് ഇസ് ഫൈൻ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിക്കും പ്ലീസ്. നമ്മൾ ലീഡ്സ് ഇതാകുമ്പോ പോസ്റ്റർ ആണോ വീഡിയോ ആണോ കൂടുതൽ എഫക്റ്റീവ് ആവുക? വെരി ഗുഡ്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, അത് കേസ് ടു കേസ് അനുസരിച്ചിരിക്കുന്നത്. എനിക്ക് പോസ്റ്റിൽ നിന്ന് അൺബിലീവബിൾ റിസൾട്ട് വന്നിട്ടുണ്ട്, അൺബിലീവബിൾ റിസൾട്ട്. വീഡിയോന്നും അൺബിലീവബിൾ റിസൾട്ട് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ചില ഓക്കെ. വീഡിയോ ചില പ്രൊഡക്റ്റിനനുസരിച്ച്, ഞാൻ ഈ ബിസിനസ് അനലിസ്റ്റിന്റെ ബാനർ പറഞ്ഞല്ലോ, ഞാനത് കാണിച്ചു തരാം. എന്റെ ക്യാമ്പയിൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത്, അതിന് മാത്രം നമ്മൾ ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് വെച്ചേക്കുന്നതാണ്. ഇത് കണ്ടെത്താം എന്നുള്ളതാണ് ഒരു ഈ ബാനർ കണ്ടോ? ബാനർ കണ്ടോ? ഇത് എനിക്ക് അൺബിലീവബിൾ റിസൾട്ടാണ്. ഇത് ഞാൻ എന്താ പറയുക, ഡേറ്റ ഡ്രിവൺ AI ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീ എന്ന് പറഞ്ഞ കൊടുത്തിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾ ഫ്രീ കൊടുക്കാണ്. 2 hour സെഷൻ, മൊബൈൽ ആപ്പ്, ഇത് സർട്ടിഫിക്കേഷൻ, പ്ലേസ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത് എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഈ ഡേറ്റ ഡ്രിവൺ ഫ്രീ വർഷം. എന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്, എന്റെ ഡീറ്റെയിൽസ് കുഞ്ഞിതായിട്ട് കൊടുത്തേക്കണേ. അത് എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് കാണിച്ചിട്ടുള്ളൂ, പക്ഷെ മെയിൻ ഫോക്കസ് പോണത് ഈ ബാനറിലേക്കാണ്, ഈ സാധനത്തിലേക്കാണ്. ഇത് കണ്ടിട്ടാണ് അവർ ഫ്രീ. അതേപോലെ എന്തൊക്കെയാണ് വേണമെങ്കിൽ ഫ്രീ എന്ന് നോക്കും. അതാണ്. അപ്പൊ ഞാൻ ഡിസൈൻ ചെയ്യാൻ കൊടുക്കുമ്പോൾ ഞാൻ പറയും, ഈ ഡേറ്റ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക്ഷോപ്പാണ് എന്റെ കീവേഡ്. അത് നമ്മുടെ ബാനറിൽ 70% അതിനായിരിക്കണം ഫോക്കസ്. ഞാൻ അങ്ങനെയാണ് ഡിസൈനർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കണേ. നിങ്ങൾ എന്താ ചെയ്യണേ? എനിക്കൊരു ബാനറോടെ നിങ്ങൾ ഡിസൈൻ ചെയ്ത് തരാൻ പറയാം, അവന്റെ ചിന്തയായിരിക്കും, പിന്നെ അവന്റെ ബുദ്ധിയാണ് അവൻ അപ്ലൈ ചെയ്യാം. നിങ്ങളാണ് മാർക്കറ്റിംഗ് പേഴ്സൺ. നിങ്ങളുടെ ബ്രെയിൻ ആയിരിക്കണം വർക്ക്ഔട്ട് ആവട്ടെ. നിങ്ങളുടെ തോട്ടുകളായിരിക്കണം ബാനറിൽ റിഫ്ലക്റ്റ് ആവട്ടെ, അവന്റെ തോട്ടല്ല. അവരൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ പഠിക്കണം. അവരുടെ സജഷൻസ് നിങ്ങൾക്ക് അറിയണം, ഇന്നതാണ് വർക്ക്ഔട്ട് ആവണേ. നിങ്ങളാണ് മാർക്കറ്റിംഗ് പേഴ്സൺ, നിങ്ങളാണ് റിസർച്ചുകൾ നടത്തിയ ബാനർ. ഞാൻ എല്ലായിടത്തുനിന്നും ബാനറുകൾ കോപ്പി അടിക്കും. എവിടെ പോയാലും ഞാൻ ആഡുകൾ കാണും, ഹോർഡിങ്സ് കാണും, അതിൽ നിന്ന് പലതും എടുക്കും. ചില സാധനം കൊള്ളാലോ, ഇത് കൊള്ളാലോ, എന്നിട്ട് ഞാനത് ഫോട്ടോ എടുക്കും. ആ ഫോട്ടോ എടുത്തിട്ട് ഞാൻ പുതിയ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ആ കോൺസെപ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ നോക്കും. അങ്ങനെ ഞാൻ പലതും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ നമ്മുടെ ബാനറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, ഈ ബാനറിന്റെ അടിയിൽ ഞാൻ എഴുതി കണ്ടിട്ടില്ലേ, എന്നിട്ട് 10,000 സ്റ്റുഡൻസ് 10+ years, ആ സാധനം കണ്ടിട്ടില്ലേ? നിങ്ങൾ വലിയ വലിയ കോർപ്പറേറ്റുകളുടെ അടിയിലൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഞാൻ കണ്ടെക്കുന്നതാണ്. അതിൽ നിന്ന് ഞാൻ കോപ്പി അടിച്ചത് കാണുമ്പോൾ തന്നെ എന്തോ വലിയ സംഭവമായിട്ട് ഫീൽ ചെയ്യുക. നമ്മുടെ ഇത്ര നാളത്തെ എല്ലാ സ്റ്റുഡൻസിനെ കയ്യിൽ കാണിക്കും, അതിനൊരു ക്രെഡിബിലിറ്റി ഫാക്ടറാണ്. വി ആർ നോട്ട് ന്യൂ എന്നുള്ളൊരു സാധനം വരാണ്. അപ്പൊ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പൊ 15 വർഷങ്ങൾ നിങ്ങൾ അതിൽ നല്ല ബ്യൂട്ടിഫുള്ളി കാണിക്കാൻ നോക്കുക. അതിനല്ല ഫോക്കസ് കൊടുക്കേണ്ടത് ഈ കീവേഡിനാണ്. പക്ഷെ ഈ കീവേഡ് കണ്ട് അവൻ നമ്മളെ അടുത്ത് അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അവൻ നോക്കും. ഈ ബാനറൊക്കെ എടുത്ത് സൂം ചെയ്ത് നോക്കണ്ടോ? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്ത്, നിങ്ങൾ വീഡിയോസ് ആണ് കണ്ടേക്കണേ, ചില ബാനറുകളിൽ അവരത് ഫോട്ടോ എടുത്തിട്ട് സൂം ചെയ്ത് നോക്കും, അതിൽ എന്തൊക്കെ. ഞാൻ ചെയ്യാറുണ്ട് എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കണത്. പക്ഷെ അവന്റെ അറ്റൻഷൻ ഞാൻ പിടിച്ചു. അറ്റൻഷൻ പിടിക്കണത് ഈ സാധനം വെച്ചിട്ടാണ്.
ഈ ബാനർ വർക്കൗട്ടാണ് എന്റെ സൂപ്പർ ബാനറാണ്. ഓക്കെ, അപ്പൊ ചില വീഡിയോ വർക്കൗട്ടാണ്. നിങ്ങൾ ആ എഡ്യൂക്കേറ്റേഴ്സിന്റെ വീഡിയോ ചെന്നാലും വർക്കൗട്ടാണ്. ഞാൻ എഡ്യൂക്കേറ്റേഴ്സിന്റെ വീഡിയോന്റെ ബാനർ ഇട്ടു, എനിക്ക് വർക്കൗട്ട് ആയില്ല. ഞാൻ നിങ്ങളുടെ സെയിം വർക്ക്ഷോപ്പിന്റെ ബാനർ ഇട്ടായിരുന്നു, എനിക്ക് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. അതെ ഞാൻ പറ, പലതും ട്രൈ ചെയ്യാനുള്ള സ്കില്ല് വേണം. ഞാനിതിൽ വേറെ കാരണം ഞാൻ ഓരോന്നിനും ക്യാമ്പയിൻ ചെയ്തിരിക്കുന്നതാണ്. എക്സെപ്റ്റ് കേരള, ഗൾഫ്, കേരള വീഡിയോ. ഞാൻ വാട്സപ്പ് ക്യാമ്പയിൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. വാട്സപ്പ് ക്യാമ്പയിൻ ചെയ്തപ്പോൾ അപ്പൊ ഞാൻ നിർത്തി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക്ഷോപ്പ് ഫോർ എഡ്യൂക്കേറ്റർ വാട്സപ്പ് WA എന്ന് പറഞ്ഞ വാട്സപ്പ്, എനിക്ക് റിസൾട്ട് കിട്ടിയില്ല, ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഇത് എക്സ്പെരിമെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുക. പുതിയ നിങ്ങളൊരു ക്രിയേറ്റീവ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലുള്ളവർ പറയുന്നത്, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് ക്രിയേറ്റീവ് ആണ്. മാർക്കറ്റിംഗ് ഇറ്റ്സെൽഫ് ഒരു ക്രിയേറ്റീവ് സാധനമാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് വിജയിക്കാൻ പറ്റൂ. ടെക്നോളജിനെ ഇഷ്ടപ്പെടുന്ന ക്രിയേറ്റീവ് ആണ്. പുതിയ പുതിയ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമില്ല. പുതിയ ബാനർ ഉണ്ടാക്കുക, വീഡിയോസ് ഉണ്ടാക്കുക, ഇൻഫ്ലുവൻസറെ കണ്ടെത്തുക, അതിന്റെ ഡേറ്റകൾ എടുക്കുക, അതിനൊക്കെ ചെയ്യുക. അതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാലാണ് ചെയ്യാൻ പറ്റും. എന്നോട് എന്താ ചോദിച്ച്, ബാനർ ആണോ വീഡിയോ ആണെന്നല്ല ചോദിച്ചത്. അതിന്റെ ആൻസർ കിട്ടിയോ? ഓ യെസ്, കുറേത്തിനൊക്കെ ഒരു ക്ലാരിറ്റി വന്നുണ്ടോ? വരുന്നുണ്ട് സാർ. അല്ലെങ്കിൽ ഏത് തരം ക്യാമ്പയിൻ ചെയ്യണതിൽ പലതരം ക്യാമ്പയിനുകളുണ്ട്. നമ്മൾ നിങ്ങള് സാറേ ഇതുവരെ ചെയ്തത് വാട്സപ്പിലേക്ക് ഡയറക്റ്റ് എൻക്വയറി വരുന്നതായിരുന്നു ചെയ്തത്. ആ നമ്മള് അതായത് ആദ്യം ബൂസ്റ്റ് അഗൈൻ മാത്രമാണ് കൊടുത്തിരുന്നത്. ആ പിന്നെ എൻഗേജ്മെന്റ് ചെയ്ത്. എൻഗേജ്മെന്റ് ഒരിക്കലും ചെയ്യരുത്. അത് ശരി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ലീഡ് ജനറേറ്റ്, നിങ്ങൾ ലീഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ക്വാളിറ്റി ആണ്. എനിക്ക് പേഴ്സണലി വാട്സപ്പ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ല. ഞാൻ എന്റെ ക്ലയന്റുകൾക്ക് റിസൾട്ട് ഇല്ല. പക്ഷെ ഞാൻ ചിലവർക്ക് പറയില്ല, ചിലവർക്ക് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. റിസൾട്ട് ചിലർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അത് പ്രൊഡക്റ്റ് അനുസരിച്ചിരിക്കും. ചിലവരുടെ സ്ട്രാറ്റജി വാട്സപ്പിൽ വർക്കൗട്ട് ആയിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളാണ് ആ ബ്രില്യൻസ് ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ക്ലിയർ? ഇനി ചില സാധനത്തിന് എൻഗേജ്മെന്റ് വർക്കൗട്ട് ആവുന്നുണ്ട്. കാരണം ആ കണ്ടന്റ് വളരെ പബ്ലിക്കിനെ കണക്ട് ചെയ്യുന്ന കണ്ടന്റ് ആണ്. നിങ്ങൾ ബൂസ്റ്റ് ചെയ്ത അടിപൊളിയാണ്. ആ കണ്ടന്റ് പബ്ലിക്കിന്റെ അറ്റൻഷൻ പിടിക്കുന്ന കണ്ടന്റുകൾ ആയിരിക്കും നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാം. അതേപോലെ എല്ലാം കേസ് നിങ്ങളുടെ ബ്രില്യൻസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇന്നത് വർക്കൗട്ട് ആവില്ല എന്ന് ഞാൻ പറയില്ല. ഞാൻ എന്റെ എക്സ്പെരിമെന്റുകൾ പറയണത്. ഇന്നതാണ്, ഇങ്ങനെയാണ് ചെയ്തപ്പോൾ ഇങ്ങനെ. അതിലേക്ക് എങ്ങനെയാണ് ഞാൻ എത്തിപ്പെട്ട, ഞാൻ പല കാര്യങ്ങളും ട്രൈ ഔട്ട് ചെയ്യും. ഞാൻ എന്റെ കുറെ എഡ്യൂക്കേഷൻ ശേഷം എനിക്ക് നിങ്ങളെല്ലാവരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മളെല്ലാവരും തോട്ടുകൾ ഒന്നാണ്, നമ്മുടെ എല്ലാവരുടെ ആവശ്യങ്ങൾ ഒന്നാണ്, നിങ്ങളെല്ലാവരുടെയും പ്രശ്നങ്ങൾ, നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒന്നാണ്. ഇപ്പൊ നിങ്ങൾ ഒരു പ്രശ്നം പറഞ്ഞു. ഇപ്പൊ ഒരാൾ നേരത്തെ ചോദിച്ചു പ്ലാറ്റ്ഫോം എങ്ങനെ ചൂസ് ചെയ്യണമെന്ന്. ആള് ചോദിച്ചെങ്കിൽ നിങ്ങൾ എല്ലാവരും അതിലേക്ക് ചിന്തിക്കുകയും നിങ്ങൾ നാളെ തൊട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് എല്ലാവരുടെ ആവശ്യങ്ങൾ ഒന്നാണെന്ന് പറഞ്ഞു. ആള് ചോദിച്ചുകൊണ്ട് ഞാൻ കാണിച്ചു. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ഗുണമായി. ഇപ്പൊ വേറെ ആൾ ചോദിച്ചു ഇമേജ് ആണോ വീഡിയോ ആണോ നല്ലത്. ഞാൻ നിങ്ങളെ രണ്ടെണ്ണം എക്സാമ്പിൾ എടുത്ത് കാണിക്കണം. കാരണം ഞാനത് ചെയ്തു, എനിക്കത് കാണിക്കാൻ പറ്റും. ഞാൻ അതിലൂടെ യാത്ര ചെയ്ത ഒരാളാണ്. എനിക്കത് കാണിക്കാൻ പറ്റും. ഇന്നത് കൊണ്ട് വന്നു, ഇന്നത് കൊണ്ട് വന്നില്ല, അല്ലെങ്കിൽ വന്ന എലമെന്റ് എന്താണ്. അപ്പൊ നിങ്ങൾക്ക് അത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റി. ഇനി വേറൊരാൾ ചോദിച്ചു ഇങ്ങനെ ലീഡ് ഉണ്ടാക്കി, ഫേസ്ബുക്കിൽ നിന്ന് പറഞ്ഞ ലീഡിന് ക്വാളിറ്റി ഇല്ല. എന്തുകൊണ്ട് ക്വാളിറ്റി ഇല്ല? ഇങ്ങനെ ചെയ്യുകൊണ്ടായിരിക്കും ക്വാളിറ്റി ആയത്. അതുകൊണ്ടാണ് അതിന് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ചെയ്യുമ്പോൾ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഇത് കണ്ട ബ്രാൻഡ് അവയർനെസ്, ലീഡ്, ആപ്പ് പ്രൊമോഷൻസ്. ഇതിലൂടെ നിങ്ങളിപ്പോ ഒരു ലീഡ് കൊടുത്തു. അല്ല ഇവിടെ അല്ല, സോറി. അതും വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ക്രിയേറ്റ് ഫോം ഉണ്ട്. ഇവിടെ കണ്ട മോർ വോളിയം, ഹയർ ഇന്റന്റ്. നിങ്ങൾ എല്ലാവരും മോർ വോളിയം ആയിരിക്കും ചെയ്യുക. യൂസ് എ ഫോം ദാറ്റ് ക്വിക്ക് ടു ഫിൽ ഇൻ ആൻഡ് സബ്മിറ്റ് ഓൺ മൊബൈൽ ഡിവൈസ്. ഇവിടെ കുറച്ചുകൂടെ ഹയർ ഇന്റന്റ്.
ഹയർ ഇന്റന്റ് എന്ന് പറയുമ്പോൾ ആഡ് എ റിവ്യൂ സ്റ്റെപ്പ് ദാറ്റ് ഗിവ്സ് പീപ്പിൾ എ ചാൻസ് ടു കൺഫേം ദെയർ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒന്നും കൂടി അവർക്ക് ഒരു സ്റ്റെപ്പ് കൊടുക്കാണ്. വ്യത്യാസം മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് ക്വാളിറ്റി ആയിരിക്കണം. ക്വാളിറ്റിയിലേക്ക് വന്നാലാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമോ. നിങ്ങൾ ക്വാണ്ടിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യമില്ല, കാരണം കുറെ ഡേറ്റ എടുക്കാന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എനിക്കത് പറയാൻ കാര്യം, ഞാൻ എടുത്ത ഇപ്പൊ നിങ്ങൾ ചിലവർ പറഞ്ഞു വിളിക്കുമ്പോൾ വന്നില്ല എന്ന്. എനിക്ക് അങ്ങനത്തെ പ്രശ്നം വന്നിട്ടില്ല, എനിക്ക് അങ്ങനത്തെ പ്രശ്നമേ ഇല്ല. ഇനി ഞാൻ നിങ്ങൾക്ക് നേരത്തെ അൻസറിന്റെ ഒരു കേസ് പറയാം. നിങ്ങളൊരു 10th +2 ഫെയിൽഡ് എന്നൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ ആഡിൽ നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങൾ 10th ആണോ ഫെയിൽഡ്, 10th ആണോ ഫെയിൽ ആയിക്കണേ +2 ആണോ. അപ്പൊ അവര് പറയും 10th സെലക്ട് ചെയ്യാം. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെ എല്ലാ ഇൻഫോർമേഷൻ ഇപ്പൊ ഞാൻ എന്റെ ഇതിന് മുന്നത്തെ ഒരു ആഡിൽ ഇടാറുണ്ട്. നിങ്ങളുടെ ഡെസിഗ്നേഷൻ ഞാൻ ചോദിക്കും, ഓണർ ആണോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജർ ആണോ എന്നുള്ളത്. ഞാനത് എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന്റെ ക്യാമ്പയിന് ഞാനത് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന്റെ ആഡിൽ ഞാൻ ചോദിക്കും, ഞാനത് കാണിച്ചു തരാം. അതാ ഞാൻ പറഞ്ഞു, ഓരോ പ്രൊഡക്റ്റിനും. അപ്പൊ നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു പ്ലാൻ വേണം, എങ്ങനെയുള്ള സാധനമാണ് വേണ്ടതെന്ന്. ഇതാണോ അറിയില്ല, നോക്കാം. ഇതൊരു ഇൻഫ്ലുവൻസറെ കൊണ്ട് ചെയ്യിപ്പിച്ചേക്കണ ഭയങ്കര റിസൾട്ട് അതിന്. കണ്ടോ, ഇവിടെ ഞാൻ കോഴ്സ് ഫീ അങ്ങോട്ട് കാണിച്ചേക്കാണ്. വുഡ് യു പ്രിഫർ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ ക്ലാസ്, ഡ്യൂറേഷൻ 4 months. ഓൺലൈനിന് താഴെ ഓഫ്ലൈൻ്റെ ഫീസ് ഉണ്ട്. നമ്മൾ വേറെ കുറെ എടുത്തിട്ട് കാര്യമില്ല. ഞാൻ ഇവിടെ തന്നെ ഇതാണ് ഫീസ്, ഇങ്ങനെയുള്ളൊരു മതി എനിക്ക്. കണ്ടോ, വാട്ട് ഈസ് യുവർ പ്രൊഫൈൽ? നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആണോ, ജോബ് സീക്കർ ആണോ? അതായത് എന്തുകൊണ്ടാണ് ഞാൻ ഈ 4 ചൂസ് ചെയ്തത്? ഞാൻ എൻ്റെ കസ്റ്റമറെ പഠിച്ചപ്പോൾ, ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന്റെ ഉണ്ടോ, ഓരോന്നിനും ഓരോന്നുണ്ട്. ബിസിനസ് അനലിസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റുഡൻസ് ആയിരിക്കും കൂടുതലും. അതായത് പറഞ്ഞാൽ നിങ്ങൾ അതിനുള്ള ബ്രില്യൻസ് വേണം. ഞാൻ അതിലേക്ക് വരാം. അപ്പൊ എന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ കുട്ടികളെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അതിൽ സ്റ്റുഡന്റ് പഠിക്കുന്നുണ്ട്. അതേപോലെ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്ത് വേറെ ജോബ് നോക്കുന്നവരുണ്ട്, ജോബ് സീക്കർ ഉണ്ട്. മനസ്സിലായി? അല്ലെങ്കിൽ ജോബ് ഇല്ല, പഠിച്ചു കഴിഞ്ഞവരുണ്ടോ, പഠിച്ചു കഴിഞ്ഞിട്ട് ജോബ് നോക്കുന്നവരുണ്ട്. ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, വെറുതെ അഡീഷണൽ ഇൻകത്തിന് വേണ്ടി പഠിക്കുന്നവരുണ്ട്. ബിസിനസ്സുകാരുണ്ട്, 4 തരം ആൾക്കാർ. പിന്നെ ഒരു കൂട്ടരുണ്ട് ഹൗസ് വൈഫ് ഉണ്ട്. അപ്പൊ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എന്റെ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് ഈ 4 കാറ്റഗറിയാണ്. അപ്പൊ ഞാൻ ഇവിടെ തന്നെ എടുക്കാണ്, സ്റ്റുഡന്റ് ആണോ. ഞാൻ നേരത്തെ ഒരു ക്ലോസിംഗ് സ്കില്ല് ഞാൻ പറഞ്ഞുതരാം. നേരത്തെ എന്നോട് ചോദിച്ചു എങ്ങനെ ക്ലോസ് ചെയ്യണം, ഞാനൊരു സ്കില്ല് പറഞ്ഞുതരാം. ഞാൻ ചെയ്ത പരിപാടിയാണ്. ഒരാള് സ്റ്റുഡന്റ് ആണോ, അപ്പൊ അവർ പറയും ഞാൻ സ്റ്റുഡന്റ് ആണ്, പിന്നതാണ് പഠിച്ചുകൊണ്ടിരിക്കണേ. സ്റ്റുഡന്റിന്റെ ഡേറ്റ എടുക്കുമ്പോൾ എന്റെ മാർക്കറ്റിംഗ് അപ്രോച്ച് വേറെയാ. ഞാൻ അങ്ങനെയാണ് കൗൺസിലേഴ്സിന് അടുത്ത് പറഞ്ഞു കൊടുത്തേക്കണേ. സ്റ്റുഡന്റ് എന്താ, അവന്റെ ആവശ്യം എന്താ, അവന് ജോബ് കിട്ടണം. അപ്പൊ ഞാൻ സ്റ്റുഡന്റിന്റെ അടുത്ത് പറയുന്നത് ജോബുകളെ കുറിച്ചിട്ടാണ്, സർട്ടിഫിക്കേഷനെ കുറിച്ച്. അതാണ് അവന് ഇൻട്രസ്റ്റ്. വർക്കിംഗ് പ്രൊഫഷൻസ് എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ പറയും ഇതിനോട് ബിസിനസ് ഞാൻ ഒരു ബിസിനസ് ഓണർ ആണോ, ഞാൻ അവന്റെ അടുത്ത് നിങ്ങൾ ഇത് പഠിച്ച ജോബ് കിട്ടുമെന്ന് പറയില്ല. ഞാൻ ബിസിനസ് ഓണറുടെ അടുത്ത് പറഞ്ഞത് അറിയാമോ, സാറ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ സാറിന് ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ഇല്ലാണ്ട് തന്നെ സാറിന് ബിസിനസ് പ്രൊമോട്ട് ചെയ്യാം, സാറിന് എൻക്വയറി ജനറേറ്റ് ചെയ്യാം, സാറിന്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. അവന്റെ ആവശ്യം അതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കസ്റ്റമറിന്റെ ആവശ്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്, എന്നിട്ട് വേണം സംസാരിക്കാൻ. അല്ലാണ്ട് ചിലവരുണ്ട് സ്റ്റുഡന്റിനെ വിളിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണക്ഷൻ കിട്ടില്ല. അപ്പൊ ഒരാള്, ഇപ്പൊ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് എൻക്വയറി എടുത്തുമ്പോൾ ഞാൻ ചോദിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ കൗൺസിലേഴ്സ് ചോദിക്കും, എന്നിട്ട് ചോദിക്കാൻ അറിയാമോ, സാർ ഇത് എന്തിനാ പഠിക്കണം, സാറിന്റെ ആക്ച്വൽ ആവശ്യം എന്താണെന്ന് ചോദിക്കും. ആദ്യം ചോദിക്കുന്നത് അതാണ്. അപ്പൊ ചിലവർ പറയും ഞാനിപ്പോ ഒരു ബിസിനസ് ഓണറാണ്, എനിക്ക് ജനറേറ്റ് ചെയ്യാന്ന് പറയും. അപ്പൊ പിന്നെ ആ രീതിയിലാണ് സംസാരിക്കുക.
സാറിന് അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻക്വയറി ജനറേറ്റ് ചെയ്യാൻ പറ്റും. ലൈവാണ്. സാറിന് ഡിജിറ്റൽ മാർക്കറ്റിന്റെ സഹായം വേണ്ട. സാറിന് പൈസ സേവ് ചെയ്യാം. സാറിന്റെ ബിസിനസ് സാറിന് ഡെവലപ്പ് ചെയ്യാം. ഒരു ബിസിനസ് ഓണർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്താലാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാവും. ഏജൻസി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവില്ല. കാരണം ബിസിനസിനെ കുറിച്ച് അവർക്ക് അറിവില്ല. അറിവുള്ളവർ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ട്രാറ്റജി ഉണ്ടാക്കാം, നിങ്ങൾക്ക് സ്കെയിലപ്പ് ചെയ്യാന്ന് പറയും. അപ്പൊ അവർ കൺവിൻസ് ആവണം. ഈ ജോബ് സീക്കറിന്റെ അടുത്ത് എന്താ പറയണേന്ന് അറിയാമോ? നമുക്കിന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ജോബ് ഉള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് വിദേശത്ത് നിന്നൊക്കെ ജോലി ചെയ്യാം, ഇഷ്ടം പോലെ അഡീഷണൽ ഇൻകം ഉണ്ടാക്കാം. അതാണ് ജോബ് സീക്കറിന്റെ അടുത്ത് പറയുന്നത്. പിന്നെ ജോബ് സീക്കറിന്റെ അടുത്ത് പറയും, നമ്മൾ വി ആർ ദ നമ്പർ 1 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഏതെങ്കിലും ഡിജിറ്റൽ മാർക്കറ്ററെ കേരളത്തിൽ വേണമെങ്കിൽ ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്നത് നമ്മളെന്ന് പറയും. അപ്പൊ തന്നെ അവന് കോൺഫിഡന്റ് ആവും. കാരണം നമുക്കാണ് ഏറ്റവും കൂടുതൽ റിവ്യൂ. അപ്പൊ പറയും, നിങ്ങളൊരു ചെറിയ സ്ഥാപനത്തിൽ പോയി നോക്കി, അവിടേക്ക് കമ്പനിക്കാർ വരില്ല, പ്ലേസ്മെന്റിന് വരില്ല. ചിലപ്പോൾ 5000 രൂപ ഫീസ് അവിടെ കുറവായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടില്ല. പ്ലേസ്മെന്റിന് ഒരു കമ്പനി പോകുന്നത് അതിന്റെ റെപ്യൂട്ടേഷൻ നോക്കിയിട്ടാണ്. അവിടെയാണ് അവനൊരു ക്യാച്ച്. അപ്പൊ നമ്മളൊരു 10,000 രൂപ കൂടുതലായാലും ഇവിടെ ജോയിൻ ചെയ്യൂ. ക്ലിയർ ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ തുടക്കം പറഞ്ഞത്, നിങ്ങളുടെ ഓഡിയൻസിനെ പഠിക്കണം 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 എന്ന് പറയുന്നതാണ്. പഠിച്ചിട്ട് നിങ്ങൾ അതിനെ ക്ലാസിഫൈ ചെയ്യണം. നിങ്ങളുടെ പഠിത്തത്തിനാണ് നിങ്ങൾ ആഡിലേക്ക് നിങ്ങൾ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പഠിക്കണം. ക്ലിയർ ആവുണ്ടോ? മനസ്സിലാവുണ്ടോ വല്ലതും? അബ്ബാസിന്റെ കൺവേർഷൻ കിട്ടുന്നതിന്റെ ക്ലോസ് ചെയ്യുന്ന ചെറിയ സ്കില്ലുകൾ മനസ്സിലാവുണ്ടോ? മനസ്സിലാവുന്നുണ്ട് സാർ, മനസ്സിലാവുന്നുണ്ട്. ഇതിങ്ങനെയാണെങ്കിൽ നാളത്തെ ക്ലാസ്സിൽ സാർക്ക് കുറച്ചുകൂടെ എക്സാക്ട് ആയിട്ട് സാർ നാളെ പറയുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നാളെ ഞാൻ കുറച്ചും കൂടി അതാണ് ഡിസ്കഷൻ. നാളത്തെ sir. ഡിസ്കഷൻ അതാണ്. CRM ഓട്ടോമേഷൻ നാളത്തെ ഡിസ്കഷൻ അതാണ് 100%. ടുമാറോ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസം ഓരോന്നിനും ഡെഡിക്കേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും നിങ്ങളുടെ മേഖലയിലുള്ള കുഞ്ഞു കുഞ്ഞു കറക്ഷൻസ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ദിവസം ഓരോന്നിനും വച്ചേക്കണേ. പക്ഷെ ഇതിൽ ഞാൻ ഇപ്പൊ ഇങ്ങനത്തെ പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞേക്കുന്നതാണ്. ഫൈൻ സർ, സൂപ്പർ സൂപ്പർ. ഇത് ഇത്രയും ക്ലിയർ ആയോ? എന്താണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ എന്താണ് ക്യാമ്പയിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് എൻഗേജ്? ഇത് പലതും നിങ്ങൾ ട്രൈ ചെയ്ത്. വേറെ ട്രാഫിക് ഉണ്ട്, ഇതിൽ കോൾ ക്യാമ്പയിൻ ഉണ്ട്. കോൾ ക്യാമ്പയിൻ ഇസ് വെരി, അത്രയ്ക്ക് ഹൈ ക്വാളിറ്റി ഡേറ്റ നിങ്ങൾക്ക് കിട്ടണോ? കോൾ ക്യാമ്പയിൻ ചെയ്യാം. ഫോൺ വിളിച്ച് നിങ്ങളുടെ ഫോൺ നമ്പർ അവൻ ആവശ്യക്കാരനാണെങ്കിൽ വിളിച്ചിരിക്കും. അതാണ് കോൾ ക്യാമ്പയിൻ. പക്ഷെ ഏറ്റവും എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ ലീഡ് ജനറേഷൻ ആണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമുക്ക് ഡേറ്റ കിട്ടും. പക്ഷെ നിങ്ങൾ ബ്രില്യൻ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് അപ്ലൈ ചെയ്യാൻ പഠിക്കണം. ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഓട്ടോമേഷൻ. ഓട്ടോമേഷൻ കേൾക്കാറുണ്ടോ? യെസ്, കേൾക്കാറുണ്ട്. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഓട്ടോമേഷൻ വേണ്ട. എഡ്യൂക്കേഷൻ സെക്ടറിൽ ഒരാളെ എൻക്വയറി നടത്തി, ഞാൻ നിങ്ങളുടെ ഓട്ടോമേഷനെ കുറിച്ച് പറഞ്ഞായിരുന്നു. എന്തുകൊണ്ടാണ് ഓട്ടോമേഷൻ സാധനം വന്നത്? US UK ചില രാജ്യങ്ങൾ വന്നതാണ്. നമ്മൾ അങ്ങനെ തന്നെ ഇവിടെ കോപ്പി ചെയ്തേക്കാണ്. നിങ്ങൾക്കൊരു കോഴ്സിന് എൻക്വയറി നടത്തി ഒരാൾ വിളിച്ച് അവന് പറഞ്ഞാലാണ് അവൻ കൺവേർട്ട് ആവും. അവന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവനെ എഡ്യൂക്കേറ്റ് ചെയ്ത്, അല്ലാണ്ട് വെറുതെ മെസ്സേജ് വിട്ടു, ഒരാൾ എൻക്വയറി നടത്തി, അപ്പൊ തന്നെ അവന് വാട്സപ്പിലേക്ക് ഡീറ്റെയിൽ ടക്കടക്ക് ചെയ്ത് വന്നു, അവൻ അത് കണ്ട് അപ്പൊ തന്നെ പേ ചെയ്യുന്ന പരിപാടിയില്ല. ഈ ഓട്ടോമേഷൻ ചില ഇ-കൊമേഴ്സ് ബിസിനസ്സിന് നല്ലതാണ്. പ്രൊഡക്റ്റുകൾക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു 50% ഓഫർ ഉണ്ട്, ഇപ്പൊ തന്നെ ചെയ്യുന്നൊക്കെ അങ്ങനത്തെ ചില സാധനത്തിന് നല്ലതാണ്. നമ്മുടെ ഒരു പ്രത്യേകത എന്ത് കണ്ടോ നമുക്ക് ആവശ്യം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്യണത്. ഇപ്പൊ അബ്ബാസ് സാറിന്റെ കോഴ്സ് എന്ന് പറയുന്നത് MBA ആണ്. നിങ്ങൾ എന്ത് ഓട്ടോമേഷൻ ആണ് 5 ലക്ഷം രൂപ കൊടുത്ത് പഠിക്കാൻ പോകണ? ഓട്ടോമേഷൻ കൊടുത്തിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകണം. മനസ്സിലാവട്ടോ? യെസ്, ഞാനിപ്പോ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്കും അതാണെന്ന് ചോദിച്ചിരുന്നത്. കാരണം ഞാനിപ്പോ ചെയ്തിട്ടുള്ളത് വാട്സപ്പ് ഓട്ടോമേഷന്റെ ഒരു CRM സിസ്റ്റം ആണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ചെറിയൊരു കോസ്റ്റേ വന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. ഒരു വർഷത്തേക്ക് കോസ്റ്റിന്റെ 10,000 രൂപ. നിങ്ങൾക്ക് അതുകൊണ്ട് റിസൾട്ട് ഇല്ല. നിങ്ങൾ അതും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ കൊടുത്ത് പഠിക്കാൻ പോണവൻ
അവന് എല്ലാ കാര്യങ്ങളും അറിയണം. അവിടെ കോളേജ് ഏതാ, ക്യാമ്പസ് ഏതാ, പ്ലേസ്മെന്റ് ഏതാ, അവിടെ എന്തൊക്കെ ഫെസിലിറ്റി, എവറിത്തിങ്. ചിലപ്പോൾ അത് 10 മിനിറ്റ് കൊണ്ട് കൺവേർട്ട് ആവണ സാധനമല്ല, 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് കൺവേർട്ട് ആവണാണെങ്കിൽ ഓട്ടോമേഷൻ അപ്ലൈ ഉണ്ട്. ഞാൻ ലണ്ടനിൽ ഓട്ടോമേഷൻ അവിടെ ചെയ്ത ഓട്ടോമേഷൻ, അതും ആ ഓട്ടോമേഷൻ നിർത്തിയോടെ അത് മാറ്റിയിട്ട് പേഴ്സണൽ ടച്ച് വന്നപ്പോഴാണ് റിസൾട്ട് വന്നത്. അതേപോലെ ഓട്ടോമേഷൻ എല്ലാ ഇൻഡസ്ട്രിക്കും സൂട്ടബിൾ ആവില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിക്ക് ഓട്ടോമേഷൻ ഞാൻ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യണില്ല, എൻകറേജ് ചെയ്യുന്നില്ല, അത് ഞാൻ റെക്കമെൻഡ് ചെയ്യണില്ല. ഓട്ടോമേറ്റ് ചെയ്ത് സർ മെസ്സേജ് അതിന്റെ മറ്റേ ഫോളോ അപ്സിനും അത് യാതൊരു ഫോളോ അപ്പ് ഞാൻ നാളെ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് ഡെപ്തിൽ പഠിപ്പിക്കാം. ഫോളോ അപ്പും അതിൻ്റെ ഒരു ഗെയിമും എന്താന്നുള്ളത് ഞാൻ അത് മാത്രം ചെയ്ത് ഡാറ്റ എടുത്ത് ഫോളോ അപ്പ് ചെയ്ത് ടീമിനെ ചെയ്ത് എല്ലാ മെത്തേഡുകളും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാ മെത്തേഡുകളും അതിൻ്റെ ഒരു അപ്രോച്ച് ഉണ്ട് ഓൾ ടുഗദർ. അപ്പം അത് ആ അതൊരു മിക്സ് ആണത്. അല്ലാണ്ട് വെറുതെ ഫോളോ അപ്പ് ഇങ്ങനെ മെസ്സേജ് വിട്ടിട്ടൊന്നും എനിക്ക് തോന്നണില്ല. അപ്പം എൻ്റെ ഒരു പേഴ്സൺ നല്ലൊരു കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷമുള്ള ഫോളോ അപ്പ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അവനായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം ആദ്യം. ഇതൊക്കെ ഏകദേശം ക്ലിയർ ആയോ? എന്താണ് എന്നോട് ആരോ ലിങ്ക്ഡിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഓക്കെ, മെസ്സേജ് അയച്ചായിരുന്നു. നിങ്ങളുടെ ലിങ്ക്ഡിനിൽ പോയിട്ട് ഒരു പേജ് ഉണ്ടാക്കാം, അത്രോ. അതൊരു നമ്മുടെ ബിസിനസ് പേജ്, പേഴ്സണൽ പേജും ആയിട്ട് ലിങ്ക്ഡിനിൽ നമുക്ക് പേജ് ഉണ്ടാക്കാം. ഫേസ്ബുക്കിൽ ഉണ്ടാക്കുന്ന പോലെ ക്രിയേറ്റ് എ പേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സെയിം തന്നെ. ഞാനത് ഇതുണ്ട് ഇവിടെ, ക്രിയേറ്റ് എ കമ്പനി പേജ്. കണ്ടോ? ഇവിടെ ബിസിനസ്സിൽ ക്ലിക്ക് ചെയ്യുക, കമ്പനി പേജിന്റെ ഒക്കെ സാധാരണ ഫേസ്ബുക്കിൽ പേജ് ഇതാക്കണ പോലെ എവറിത്തിങ് സെയിം. പക്ഷെ നിങ്ങൾ ലിങ്ക്ഡിനിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് എല്ലാം. ഞാൻ ഇട്ടേക്കണുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ 18,522 ഫോളോവർ ഉള്ളത് എനിക്ക്. ക്ലിയർ? ഇതാണ് ഈ ഹെഡിങ് ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. ലിങ്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചു മാഡം പ്ലീസ്. ഈ പേജും പ്രൊഫൈലും ഡിഫറെന്റ് ആണോ ഈ ലിങ്ക്ഡിനില്? ഓക്കെ, ഗുഡ് ചോദ്യം. ഓക്കെ, വെരി ഗുഡ്. വളരെ ബേസിക് ആണ്. അതായത് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും പഠിക്കേണ്ടതുണ്ട് കേട്ടോ കുറേ കാര്യങ്ങൾ. കാരണം അത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ചോദിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒരുപാട് പഠിച്ചാലാണ് നിങ്ങൾക്ക് ഇതിൽ, അതാണ് നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കേണ്ടത്. ഞാൻ ഒരു പോസിറ്റീവ് രീതിയിലാണ് അത് പറഞ്ഞത് കേട്ടോ. അതായത് ഫേസ്ബുക്കിലും ഒക്കെ സെയിം കോൺസെപ്റ്റ് ആണ്. അതാ പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് തുടക്കം പറഞ്ഞത്, നിങ്ങൾ എല്ലാ പ്ലാറ്റ്ഫോമിലും കിടന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഒരു പ്ലാറ്റ്ഫോം അറിയില്ല, അതുകൊണ്ടാണ് ഒരു പ്ലാറ്റ്ഫോം പഠിക്കാൻ പറഞ്ഞത്. ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്ന കാര്യം, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഒന്നാണ്. നമ്മൾ ഒരു വണ്ടി ഓടിക്കാൻ പഠിച്ച, ഒരു ബൈക്ക് ഓടിക്കാൻ, ടൂ വീലർ ഓടിക്കാൻ പഠിച്ച ബാക്കി എല്ലാ ടൂ വീലർ ഓടിക്കുന്നത് ഈക്വലാണ്. പക്ഷെ ഒരു ടൂ വീലർ ഓടിക്കാൻ പഠിക്കണം കൃത്യമായിട്ട്. അതുപോലെ തന്നെയാണ് ലിങ്ക്ഡിൻ. ഫേസ്ബുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇൻസ്റ്റാഗ്രാം വേറെയാണ്. ഫേസ്ബുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ടാണ്. ഒരാൾക്ക് ഒരു ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ടേ പറ്റൂ. ഇപ്പൊ വളരെ അവർ സ്ട്രിക്റ്റ് ചെയ്തൊക്കെയാണ്. നിങ്ങൾ 2-3 ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ID കാർഡ് ചോദിക്കും. കുറച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് പലവരുടെ ബാൻ ആവണം. അപ്പൊ ഒരു ഫേസ്ബുക്കിൽ ഒരാൾക്ക് ഒരു അക്കൗണ്ടേ പാടൂ. നിങ്ങൾ മൾട്ടിപ്പിൾ അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് ബാൻ ആയി പോകും. ഇനി ഒരു ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് 100 കമ്പനി ഉണ്ടോ, 100 കമ്പനിയുടെ പേജ് ഉണ്ടാക്കാം. അതാണ് പേജസ്. എത്ര പേജ് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ ഒരു അക്കൗണ്ടേ പാടൂ, ഒരു പ്രൊഫൈലേ പാടൂ. അതുപോലെ തന്നെയാണ് ലിങ്ക്ഡിൻ. ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ടേ പാടൂ, എത്ര പേജ് വേണമെങ്കിലും ഉണ്ടാക്കാം. നിങ്ങൾക്ക് 100 കമ്പനി ഉണ്ടോ, 100 പേജ് ഉണ്ടാക്കാം. ഇൻസ്റ്റാഗ്രാം അങ്ങനെയല്ല. ഇൻസ്റ്റാഗ്രാം നമുക്ക് വ്യക്തിക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടാക്കാം, കമ്പനിക്ക് വേണ്ടി അക്കൗണ്ട് ഉണ്ടാക്കാം. അതൊരു അക്കൗണ്ടിലാണ് ഇരിക്കുന്നത്.
നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയോ? അത് തോന്നി പറയണോ? യെസ് കറക്റ്റാ, മനസ്സിലായി. ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലോ. യാ, താങ്ക് യു. നിങ്ങൾ ഇങ്ങനത്തെ ചോദിക്കുക. അല്ലാതെ ചിലവര് ചെയ്യും ലിങ്ക്ഡിനിൽ ആ കമ്പനിയുടെ പേരും പറഞ്ഞ അക്കൗണ്ട് ഉണ്ടാക്കി. ഇതൊക്കെ ഒരു അൺപ്രൊഫഷണൽ മെത്തേഡാണ്. ഒരു 100 അക്കൗണ്ട്, ആ അക്കൗണ്ട് ഈ പേര് അക്കൗണ്ട് കമ്പനി HR ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ പേരും ഞാൻ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബ്രില്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ലിങ്ക്ഡിൻ എങ്ങനെ ഇത്രയും കണക്ട് ചെയ്യുന്ന വെച്ചാൽ, ഞാൻ എൻ്റെ ഓഫീസിൽ എടുത്ത സോഷ്യൽ മീഡിയ ആൾക്ക് എൻ്റെ അക്കൗണ്ട് ഞാൻ ആക്സസ് കൊടുത്തിട്ട് എൻ്റെ അക്കൗണ്ടിലൂടെ എല്ലാം ചെയ്യിപ്പിച്ച്, അങ്ങനെയാണ് ഞാൻ ഈ ഫോളോവറെ കൂട്ടിയത്. മിക്ക കമ്പനിക്കാരും ചെയ്യുമെന്ന് വെച്ചാൽ, ആ കമ്പനിയിലുള്ള സോഷ്യൽ മീഡിയക്കാരൻ തന്നെ എന്ത് ചെയ്യണു, അവന്റെ അക്കൗണ്ടിലൂടെ അവൻ ലോഗിൻ ചെയ്ത് അവന്റെ അക്കൗണ്ട് അവൻ പ്രൊമോട്ട് ആവാൻ ഓട്ടോമാറ്റിക് അവന്റെ ഫോളോവർ കൂടി കൂടി പോകും. ആ കമ്പനി പോയി കഴിഞ്ഞാൽ അവൻ ആ ഫോളോവർ അവൻ്റെതായിട്ട് പോവാണ്. നിങ്ങൾ അതാണ് പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞത്. ഞാൻ ലിങ്ക്ഡിനിൽ പേഴ്സണൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തെടുത്താണ്. ഇത് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുടെ ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ല. ഒരിടയ്ക്ക് ഒരു സമയത്ത് എനിക്ക് തോന്നുന്ന ലോക്ക്ഡൌണിന്റെ സമയത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫോളോവർ എനിക്കായിരുന്നു ലിങ്ക്ഡിനിൽ. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ലിങ്ക്ഡിൻ എന്റെ ക്ലയന്റുകൾ എഡ്യൂക്കേറ്റേഴ്സ് ആണ് വേൾഡ് വൈഡ്. അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ ഇതിവിടെ കൃത്യമായിട്ട് കൊടുക്കണം. ഇത് വെരി ഇമ്പോർട്ടൻ്റ്. ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ഇനി ഇതിന്റെ ഒരു ബ്യൂട്ടി പറയാം. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണോ അവരുടെ അക്കൗണ്ട് പോയി നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കാം. അവൻ നിങ്ങളുടെ ചിലപ്പോൾ തിരിച്ചു നോക്കുമ്പോൾ നിങ്ങൾ ഇതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇത് കൂട്ടാം. നിങ്ങളുടെ കസ്റ്റമറെ ലിങ്കിൽ പോയി സെർച്ച് ചെയ്യാം. ഇപ്പൊ എന്റെ കസ്റ്റമർ BBA-കാരാണെന്ന് വിചാരിക്കാം. എനിക്ക് വേണമെങ്കിൽ BBA കേരളം കൊടുക്കാം. കാരണം BBA-കാര് പഠിച്ചൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ജോയിൻ ചെയ്യാം. കണ്ടപ്പോ ഇവിടെ വേണമെങ്കിൽ പീപ്പിൾ സെർച്ച് ചെയ്യാം. കണ്ടോ, MBA സ്റ്റുഡന്റ് ലക്ഷ്മി പ്രിയ. ഇനി ഇവിടെ ലൊക്കേഷൻ കൊടുക്കാം. എനിക്ക് ലൊക്കേഷൻ ഇപ്പൊ കേരളത്തിൽ നിന്നാണ് വേണ്ടത്, കൊച്ചി നിന്നാണ് വേണമെങ്കിൽ കൊച്ചി കൊടുക്കാം. കൊച്ചി കേരള ഷോ റിസൾട്ട് അടിക്കുക. കണ്ടോ, ഇതെല്ലാം ഇവിടെ കണ്ടോ, കൊച്ചി എറണാകുളം. ഇപ്പൊ എനിക്ക് ഇവരായിട്ട് ഇപ്പൊ ബ്രാൻഡ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ തന്നെ പ്രീമിയം അക്കൗണ്ട് ഉണ്ട്. HR അസിസ്റ്റന്റ് ഇതിന്റെ ഈ ആളുകൾക്ക് ഞാൻ ആളെ ഓപ്പൺ ചെയ്യാം. അപ്പൊ ആൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഫോളോ ചെയ്തു. ആള് നമ്മളെ തിരിച്ച് ഫോളോ ചെയ്യും. അല്ലെങ്കിൽ ആളെ നമ്മൾ കണക്ട് ചെയ്യാം, മെസ്സേജ് വിടാം. നമ്മുടെ എന്തൊരു ബ്യൂട്ടിഫുൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ ലിങ്ക്ഡിൻ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. ആസ് ഇറ്റ് ഈസ് നമ്മൾ ലീഡിന് തുല്യമാണത്. അതാണ് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ആരും ചെയ്യുന്നില്ല, ആൾക്കാർ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. കണ്ട, അഖിൽ രാജ് BCA. ഇപ്പൊ എന്റെ ടാർഗറ്റ് ഓഡിയൻസ് BCA സ്റ്റുഡൻസ് ആണെന്ന് വിചാരിക്കുക. നമുക്ക് ഇവരെ പോയി ഇവനൊരു മെസ്സേജ് വിടാം, കണക്ട് ചെയ്യാം. അടിപൊളിയാണ്. കൊച്ചിയിലുള്ളവരാണോ? ഞാൻ എന്റെ ഒരുപാട് BBA-MBA-കാർ നമ്മുടെ എന്റെ സ്റ്റുഡന്റ് ഇതിലുള്ളവരാണ്. ഇനി നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ കമ്പനിയിലുള്ളവരെ വേണോ? അവരെ കിട്ടും. ഇപ്പോ എക്സാമ്പിൾ അതിപ്പോ ഒരു കോളേജ് എടുക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ MG യൂണിവേഴ്സിറ്റി. ഇവിടെ പീപ്പിൾ എടുക്കാം. പീപ്പിൾ എടുത്തിട്ട് ഇപ്പൊ നമുക്ക് കറണ്ട് കമ്പനി വേണമെങ്കിൽ കൊടുക്കാം. ഏത് കമ്പനിയിൽ വേണോ? ഇപ്പൊ ടാറ്റ കൺസൾട്ടൻസിലെ ആൾക്കാർ വേണമെങ്കിൽ അവരെ മാത്രം ടാർഗറ്റ് ചെയ്യാം. വർക്ക് ചെയ്യുന്നവരൊക്കെ ടാറ്റ കൺസൾട്ടൻസിലൂടെ TCS ഏത് കമ്പനി ഏത് കോളേജിലുള്ള ആൾക്കാരുണ്ട് അവരെ ടാർഗറ്റ് ചെയ്യാം. ഏത് ലൊക്കേഷൻ കൊടുക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളായിട്ട് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ട് ആവാത്തൊരു, തേർഡ് ആ ലെവലിൽ നമുക്ക് പോവാം. ഇതിന് തന്നെ പ്രീമിയം ഉണ്ട്. പ്രീമിയം എടുത്ത് എത്ര പേര് വേണമെങ്കിലും കണക്ട് ചെയ്യാൻ മെസ്സേജ് വിടാം. കണ്ടോ, എനിക്ക് വന്നിരിക്കുന്ന മെസ്സേജുകളുണ്ടോ? ഐഡിയ കിട്ടിയോ? ആ ലിങ്ക്ഡിൻ ചോദിച്ചത് ക്ലിയർ ആയോ? യെസ് സർ, ഞാൻ പേജ് ക്രിയേറ്റും ചെയ്തു. താങ്ക് യു സർ.
ഗുഡ്, വെരി ഗുഡ്. നിങ്ങളൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. സൂപ്പർ. ഇപ്പൊ സോഷ്യൽ മീഡിയ ആയിട്ട് കുറെ ഡൗട്ടുകൾ അല്ലെങ്കിൽ കുറച്ചൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നിങ്ങൾ ക്ലിയർ ആയോ? അത്യാവശ്യം ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ എങ്ങനെ ഒരു റൈറ്റ് ഡയറക്ഷൻ ക്ലിയർ ആയോ എല്ലാവരും? ഓക്കെ, അപ്പൊ ഓക്കെ, കണക്ട് ചെയ്ത് തരാം. അല്ല സർ, ആ, ഒരു ഔട്ട് ഓഫ് ദി ബോക്സും കൂടെ ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോ പ്ലീസ്. സാർ, പിന്നെ അതുപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ടതല്ല, പക്ഷേ എങ്കിലും ഇപ്പോൾ പല കോളേജസിലെയും സ്റ്റുഡൻസ് അവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ കോളേജിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഇവന്റ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് കുട്ടികളെ മീറ്റ് ചെയ്യാൻ ഒരു അവസരം തരാം, ഡാറ്റ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ഇത് ചെയ്യാറുണ്ട്. സാറിന്റെ എക്സ്പീരിയൻസിൽ അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നതിൽ വല്ല കാര്യം ഉണ്ടോ? നല്ല ചോദ്യം. നിങ്ങൾ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഭാരതമാതാ കോളേജില്, എറണാകുളത്ത് ഭാരതമാതാ കോളേജില് ഡിജിറ്റൽ മാർക്കറ്റിംഗില് 100-150 കുട്ടികളെ ഞാനാണ് അവരുടെ ഫുൾ മെന്ററിങ്, പഠിപ്പിക്കല് കംപ്ലീറ്റ്. ഇപ്പൊ ഇന്നും അവിടെ ഒരു വർഷം മുന്നേ കണ്ട് വേറെ ഒരു പാർട്ടിയായിട്ട് ചെയ്തിട്ട് ഒരു ഹാപ്പി അല്ലാത്തത് കൊണ്ട് നമ്മുടെ ക്ലാസ് വന്നിട്ട് ഇന്ന് വേറൊരു ഗ്രൂപ്പിനെ ഞാൻ നാളെ നമ്മുടെ എന്റെ പേജിൽ റീൽ ഉണ്ടാവും. നാളത്തെ കുട്ടികളായിട്ട് ഒരു 25 കുട്ടികൾ വേറൊരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുള്ള പരിപാടി. ഈ കോളേജില് മാനേജ്മെന്റ് ഫസ്റ്റ് ഇന്റർ കോളേജുകളിലുള്ള എല്ലാ മാനേജ്മെന്റ് BBA MBA നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആ ഗ്രൂപ്പാണ്. ഇവന്റ് ഉണ്ടായി, എന്നെയാണ് ആദ്യം അപ്രോച്ച് ചെയ്തത് സ്പോൺസർ ചെയ്യാമോ. എനിക്കിതറിയാം അട്ടർ നോൺസെൻസ് ആണ്. എന്റെ പുറകെ നടന്നു, ഞാൻ അവിടെ പഠിപ്പിക്കുന്നതാണ്, ഒക്കെ ചെയ്യുന്നതാണ്. ഞാൻ സ്പോൺസർ ചെയ്യുന്നവർ 1000% വിശ്വസിച്ചു. ഞാൻ 1 രൂപ കൊടുത്തില്ല. കാരണം എനിക്കറിയാം ഇതുകൊണ്ട് ഒരു ഗുണമില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഏറ്റവും റെലവെന്റ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആൽബർട്ട്സ് കോളേജായിട്ട് ഞാനിപ്പോൾ അസോസിയേഷൻ ആയി. ആൽബർട്ട്സ് കോളേജിൽ അവർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു ഇവന്റ് നടത്തുന്നുണ്ട്, ഇത്ര പിള്ളേര് വരും, ഇത്ര ക്യാമ്പസ് വരും, അതാണ് ഇതാണ്. അട്ടർ ഫെയിലർ, ഞാൻ ജോയിൻ ചെയ്തില്ല. അതുപോലെ തന്നെ എന്നോട് അബ്ബാസല്ലേ ചോദിച്ചത്? അതെ സർ, അതെ. നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ കാലിക്കറ്റിൽ എന്തോ ഒരു മാധ്യമത്തിന്റെ പരിപാടിക്ക് കൊണ്ടുവന്നത്? അതെ, മാധ്യമത്തിന്റെ എന്തോ ഒരു എഡ്യൂക്കേഷൻ എക്സ്പോ, ലിറ്ററേച്ചർ ഫെസ്റ്റ്. എഡ്യൂക്കേഷൻ. ഈ മാധ്യമത്തിലുള്ള മാർക്കറ്റിംഗ് മാനേജർ എന്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ 1/2 മണിക്കൂർ മുന്നേ വിളിച്ചതാണ്. ഓക്കെ, 1/2 മണിക്കൂർ മുന്നേ വിളിച്ചതിനാണെന്നറിയാമോ? സാറ് എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ട് ചെയ്യുന്നതല്ലേ, ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് വെച്ചിട്ട്. കാരണം നിങ്ങളിപ്പോ നമ്മുടെ പല വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ എന്റെ ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ട് എനിക്ക് കണക്റ്റഡ് ആണ്. അപ്പൊ അവിടെ പോയി ഇങ്ങനത്തെ ഒരു എക്സ്പോ. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ എന്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് വെച്ചാൽ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഒരു മനുഷ്യനും കിട്ടില്ല എന്ന് പറഞ്ഞു. അട്ടർ ഫെയിലർ ആണെന്ന് പറഞ്ഞു. അവർക്ക് പിന്നെ അവർ ഞങ്ങൾ ടാർഗറ്റ് ഇടുന്നതാണ്, പക്ഷെ അവര് ഞാനായിട്ട് അസോസിയേറ്റ് ചെയ്യണം, എന്തൊരു സെഷൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു, ഞാനായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചത്. ഒരു രൂപയുടെ ഗുണമില്ലാത്ത പരിപാടിയാണ് എന്റെ അഭിപ്രായത്തിൽ. ഞാനിപ്പോ നിങ്ങൾ ചോദിച്ചോണ്ടാ പറഞ്ഞ, ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്നതാണ്, കോളേജിൽ നിന്ന് എനിക്ക് ബെനിഫിറ്റ് കിട്ടുന്നതാണ്. എന്നിട്ട് അവർ എന്നോട് ചോദിച്ചതാണ്, ഞാൻ സമ്മതിച്ചില്ല. എന്നിട്ട് ക്ലിയർ? ബട്ട് സർ, നമുക്ക് അവരുമായിട്ടൊരു ഇന്ററാക്ഷനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണല്ലോ. അപ്പോ അതുകൊണ്ട് ഇത് ഞാൻ എന്റെ പേഴ്സണൽ ഇതാണ്. ഞാൻ ഇതൊക്കെ പറയണത് എന്താന്ന് വെച്ചാല്, ഒരു തുടക്കക്കാർക്ക് ഇതൊരു മണ്ടത്തരാണ്. നിങ്ങൾ ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തു, നിങ്ങൾ അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആണ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്നും കൂടി നിങ്ങൾക്ക് ആ മാർക്കറ്റ് ഒന്നും കൂടി സ്ട്രോങ് ആക്കാം. ഞാൻ എന്റെ ചില എഡ്യൂക്കേഷൻ ക്ലയന്റുകൾ ഡെവലപ്പ് ആയതിനു ശേഷം പേപ്പറിൽ ആഡ് ഇടാൻ പറഞ്ഞവരുണ്ട്. പേപ്പറിൽ ആഡ് ഇടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ അടുത്ത് പൈസ ഉണ്ട്, ഫണ്ട് ഉണ്ട്, നല്ലൊരു ആഡുകൾ ഇടാൻ പറയും ഞാൻ. കാരണം അത്രയ്ക്ക് ബ്രാൻഡ് പൊസിഷൻ ചെയ്യാനുള്ളത്. നമ്മൾ ചെറിയ പൈസ വെച്ച ഒരു എൻക്വയറി കോസ്റ്റിന് എടുത്ത് നമുക്ക് അതിനുള്ള ഒരു ബഡ്ജറ്റ് ഇല്ലാത്തവർ ചെയ്യുന്ന പറഞ്ഞു. നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റിന്റെ പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ നല്ലതാണ്. എൻ്റെ അടുത്ത് നിങ്ങൾ അറിയുമെന്ന് അറിയില്ല, കോയമ്പത്തൂരിലുള്ള ഒരു ഫയർ ബേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അടിപൊളി ക്യാമ്പസാ, അറിയുമെന്ന് അറിയില്ല. ഫയർ ബേർഡ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവര് ഇങ്ങനത്തെ എല്ലാ ഇവന്റുകളും നടത്തി ഇവർക്ക് അഡ്മിഷൻ ഇല്ല. ഇവർ ഇവന്റുകൾക്കൊക്കെ പോകുന്നുണ്ട്, അഡ്മിഷൻസ് ഇല്ല. അപ്പൊ ഞാൻ ലണ്ടനിലായിരുന്നപ്പോഴാണ് എന്റെ ഡീറ്റെയിൽസ് കണ്ട് എന്നെ വിളിച്ച് അവർ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ, ഞാനായിട്ട് 5 മീറ്റിംഗ് നടത്തി. ഞാൻ ലണ്ടനിലായിരുന്നപ്പോൾ 5 മീറ്റിംഗ് നടത്തി. അവർ
എന്നിട്ട് അവർ എന്നിൽ നിന്നും ഐഡിയ കുറച്ച് പഠിച്ചിട്ട് അവർ എന്ത് ചെയ്തു, ബാംഗ്ലൂരുള്ള ഒരു ഏജൻസി കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ നോക്കിയിട്ട് ഇവർക്ക് റിസൾട്ട് ഇല്ല. എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് ഞാൻ ഇവരുടെ ക്യാമ്പസിൽ ചെന്നിട്ട് ഇതിന്റെ പ്രിൻസിപ്പാളുണ്ട്, പുള്ളിക്കാരൻ എന്നെ മാനേജ്മെന്റായിട്ട് സംസാരിക്കാൻ അനുവദിക്കണില്ല. അവസാനം ഞാൻ അവിടെ നിന്ന് സംസാരിക്കാൻ പറഞ്ഞു. മാനേജ്മെന്റായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മാനേജ്മെന്റ് പറഞ്ഞു നീ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവരുടെ പ്രൊമോഷൻ ചെയ്തത്. അവർക്ക് മൊത്തം ടീമിനെ ചെയ്ത് അവർക്ക് ഒരുപാട് എൻക്വയറി ബിസിനസ് ഉണ്ട്. ഇപ്പോഴും നമ്മളവിടെ ചെയ്യുന്നുണ്ട്. ഫയർബേർഡ് എന്ന് പറഞ്ഞ് അടിപൊളിയാണ്. അവർക്ക് MBA മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, ലോജിസ്റ്റിക്സ് ഉണ്ട്, ബിസിനസ് അനലിസ്റ്റ് ഉണ്ട്. നമുക്കറിയാവുന്ന സ്പെഷ്യലൈസേഷൻ ആണ്. അവർ വലിയ ഗ്രൂപ്പാണ്. ഒരു കോഴ്സിന് 10 ലക്ഷം രൂപ വാങ്ങുന്ന. അവർ ഇതുപോലത്തെ എല്ലാ ഇവന്റുകളും ചെയ്ത് അഡ്മിഷൻസ് ഇല്ല. അതവർ ഫുള്ളി ഡിജിറ്റലാണ്. ഞാനപ്പോ നിങ്ങൾ ചിലത് ചെയ്യുന്നത് ഞാൻ തെറ്റുന്നു ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷൻ ആണ് പറയാ. ക്ലിയർ? ഓക്കെ. അപ്പോ നമുക്ക് നാളെ കാണാം. നിങ്ങളുടെ അത്യാവശ്യം ഡൗട്ടുകളും കുറച്ചും കൂടി ക്ലാരിറ്റി ഒക്കെ വന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളത്തെ ടോപ്പിക്കാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. CRM അല്ലെങ്കിൽ അതിൻ്റെ ഓട്ടോമേഷൻ, അതിൻ്റെ സെയിൽസ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നാളെ നമുക്കപ്പോൾ see you tomorrow. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. താങ്ക് യു സോ മച്ച്.